ജസ്റ്റ് വെയിറ്റ്. ആളുകൾ ഇനിയും വരാനുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് 2 minutes. هلا والله، مرحبا، السلام عليكم ورحمة الله وبركاته. أهلا بكم جميعا، كيف حالكم؟ عساكم طيبين إن شاء الله. أولا أرحب بكم جميعا إلى معهدنا عربي كوني لتعليم اللغة العربية لغير ناطقين بها، وهذا الندوة الزوم لمجال الطبيين يعني. أهلا بكم جميعا إن شاء الله، وإحنا نتكلم بموضوع جديد بهذا الأسبوع، وهذا يكون مفيد جدا لكم. وافتحوا فيديو اللي تقدرون، وأنا معكم شافي منور من عربي كوني، وأنا رئيس المدرب. وإن شاء الله إحنا نقدر نتكلم زي العرب بهذه اللغة، وهذه اللغة المباركة، وهذه اللغة الجميلة. نعم يا جماعة، ممكن تتكلمون اللغة العربية، ممكن تفهمون اللغة العربية، ممكن ما تعرفون مرة. إن شاء الله بنتكلم ذا. طيب، good evening to you all again. السلام عليكم. تمام. السلام عليكم. റെഡി അല്ലേ എല്ലാവരും? ഹൗ ആർ യു എന്നൊക്കെ ഞാൻ ചോദിച്ചു. കൈഫ് ഹാൽക്കും, കൈഫ് ഹാൽക്കും, ഹൗ യു ഓൾ. കൈഫ് ഹാൽക്കും, ഹൗ യു ഓൾ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം സൈൻ അൽഹംദു ലില്ല. സൈൻ ഫൈൻ, അൽഹംദു ലില്ല, സർവസ്തോത്രവും ദൈവത്തിനാണ് എന്നാണ്. അൽഹംദുലില്ല, സൈൻ ഫൈൻ, അൽഹംദുലില്ല. തമാം. ايوه يا اخت رادقة وكلكم يا جماعة വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവർ ചെയ്യണേ. ഓക്കെ, വോയിസ് ഓഡിബിൾ അല്ലേ? ഓക്കെ, വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവർ ചെയ്യണേ പരമാവധി. നമ്മൾ എല്ലാ വീക്കിലും വരുന്ന ആളുകളുടെയൊക്കെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ? പല രീതിയിൽ നമ്മൾ പലരെയും കാണുന്നതാണ്. നിങ്ങൾക്കത് ഹെൽപ്പ് ആവുന്നുണ്ടോ, സ്പീക്കിംഗ് കഴിയുന്നുണ്ടോ എന്നൊക്കെ ഒന്നൊരു ഫീഡ്ബാക്ക് തരുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. സഹ്, നഅം. ഓക്കെ, നമ്മൾ മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ് എല്ലാവരെയും കേട്ടോ. എല്ലാവരും കൂടെ സ്പീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമ്മൾ എല്ലാ വീക്കിലും ഓൺ ചെയ്യാറുണ്ട്, എല്ലാവരുടെയും മൈക്ക് ഓൺ ചെയ്യാറുണ്ട്. അതേപോലെ എപ്പോഴും നമ്മൾ മൈക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ആക്കാം. ഓക്കെ, തമാം. ഓക്കെ അല്ലേ? നമ്മൾ മെഡിക്കൽ വൊക്കാബുലറീസ് ആൻഡ് മെഡിക്കൽ കോൺവെർസേഷൻസ് ഒക്കെ വളരെ ഡീപ്പായിട്ട് നമ്മൾ വീക്കിലി ഉള്ള ഈ സെഷൻസിലൂടെ നമ്മൾ പറയാറുണ്ട്. അതിൽ എല്ലാവരെയും ഇനിയും സ്പീക്ക് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇവിടെ നമ്മൾ എന്ത് വേണം? സ്പീക്ക് ചെയ്യുക എന്നുള്ളതാണ്. സ്പോക്കൺ ആണ് അല്ലേ? നമ്മൾ സ്പോക്കൺ എന്ന് പറയുമ്പോൾ കുറേ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു, കുറേ നോട്ട്സ് ചെയ്തു, കുറേ യൂട്യൂബ് ചാനൽസ് കണ്ടു. നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കെ നമ്മൾ സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അവിടെ നമുക്കത് റിസൾട്ട് ആയിരിക്കും. അപ്പോഴേ ഇവിടെയും നമ്മൾ എന്തിനാ ശ്രദ്ധിക്കേണ്ടത്? സ്പീക്കിങ്ങിനാണ് ട്രൈ ചെയ്യേണ്ടത്. സ്പീക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ എന്നതാണ്, പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ്. തെറ്റിയാലും കുഴപ്പമില്ല, ഐ വിൽ സ്പീക്ക് എന്ന മെന്റാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. ശരിയാക്കി പറയുന്നതല്ല സ്പോക്കൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്, പറഞ്ഞ് ശരിയാക്കലാണ്. ഇപ്പോഴേ നമ്മുടെ സ്റ്റുഡൻസിൽ രാധിക, ഇവരൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ്. ഇപ്പോഴേ അവരൊക്കെ നമ്മൾ എന്താണ്, ഒരു ബേസും ഇല്ലാതെ സ്പീക്കിങ്ങിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അവരുടെയും കൂടെ എഫേർട്ടാണ്. എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുക എന്ന എഫേർട്ട് മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് സംസാരിക്കുക, സ്പീക്ക് ചെയ്യുക. ഇപ്പോ ഇവിടെ നമ്മൾ ഇന്നൊരു കോൺവെർസേഷൻ ആണ്. നോർമലി ഒരു കോൺവെർസേഷനാ തരുന്നത്. ഒരു സ്റ്റൊമക് പെയിനുമായിട്ട് ഒരു പേഷ്യന്റ് വന്നു. ആ പേഷ്യന്റുമായിട്ട് ചെറിയ കോൺവെർസേഷൻ. എപ്പോഴും ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വൊക്കാബുലറീസ് നമ്മൾ എന്തായാലും ആഡ് ചെയ്തിട്ടാണ് പറയാറുള്ളത്.
അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന പലതും അതിനകത്തുണ്ടാവും, എല്ലാ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടും. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ദെൻ സ്റ്റാർട്ട്. നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ നോട്ട്സ് കൊടുക്കാറുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ കോഴ്സ് നടക്കുന്നുണ്ട്, കോഴ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. പക്ഷെ നമുക്ക് വെബിനാർസിൽ എല്ലാവരും കൂടെ മിക്സഡ് അല്ലേ വരുന്നേ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടെ പറ്റുന്ന രീതിയിലുള്ള കോൺവെർസേഷൻസും വൊക്കാബുലറീസും ഒക്കെ നമുക്ക് കഴിയൂ എന്നതുകൊണ്ടാണ്. ഓക്കെ, തമാം. നമ്മളെപ്പോഴും നമ്മുടെ ഡീലിംഗ് പെർഫെക്റ്റ് ആക്കേണ്ടതുണ്ട്. നമ്മളെന്ന നഴ്സിനെ, നമ്മളെന്ന ഫാർമസിസ്റ്റിനെ, നമ്മളെന്ന ഡോക്ടറിനെ, നമ്മളെന്ന ഓപ്റ്റോമെട്രിസ്റ്റിനെ, നമ്മളെന്ന ലാബ് ടെക്നീഷ്യനെ, നമ്മളെന്ന കൗൺസിലറെ, ഏത് മെഡിക്കൽ ഫീൽഡിലുള്ള ആളാണെങ്കിലും അവരെ നമ്മളാകുന്ന ഈ പേഴ്സണാലിറ്റിയെ ഒരാളിലേക്ക് ഇറക്കി കൊടുക്കേണ്ടത് അവരുടെ കൾച്ചറും കൂടെ ചേർത്തിട്ട് സ്പീക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെന്നതിനെ പെർഫെക്റ്റ് ആവുക. ആ ഒരു റെസ്പെക്ട് നമുക്ക് ഇങ്ങോട്ടും കിട്ടുന്നത്. സോ അവിടെ നമ്മൾ അതാണ് കീപ്പ് ചെയ്യേണ്ടത്. ആ രീതിയിലായിരിക്കണം നമ്മുടെ ഡീലിംഗ് എന്നുള്ളതാണ്. അപ്പോഴേ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ശൈലിയാണ് ഇവിടെ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഗ്രീറ്റിംഗ്സ് കൊടുക്കേണ്ടത്, അവരെങ്ങനെയാണ് അവരുടേതായ ശൈലിയിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോഴെങ്ങനെ പറയാം? ജസ്റ്റ് അസ്സലാമു അലൈക്കും അല്ലേ? ആരാ പറയുന്നത്? ഡോക്ടറോട് ആര് പറയുക? ഡോക്ടർ പറയുവാണ് പേഷ്യന്റിനോട് അസ്സലാമു അലൈക്കും. പക്ഷെ വരുന്നയാളാണ് പൊതുവെ സലാം പറയാ. എന്നൊരു എക്സാമ്പിൾ ആണ്. അസ്സലാമു അലൈക്കും എന്നാണ്. അസ്സലാമു അലൈക്കും. അയ്യോ, ശുക്രാൻ. അസ്സലാമു അലൈക്കും, പീസ് ബി അപ്പോൺ യു. നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ താങ്കൾക്ക് ദൈവിക രക്ഷയും സമാധാനവും എപ്പോഴും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ എന്നതാണ്. അതാണെന്ത്? സലാം. എന്താ പറയാ? ജസ്റ്റ് ട്രൈ പ്ലീസ്. ഇവിടെ തീരെ ഐഡിയ ഇല്ലാത്തവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും. അലൈക്കും അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ പെർഫെക്ഷൻ ഉണ്ടാവുക. സോ അസ്സലാമു അലൈക്കും. ഓക്കെ, ദെൻ അസ്സലാമു അലൈക്കും നമ്മൾ ഡോക്ടേഴ്സ് പറയേണ്ടതാണ്, അല്ലെങ്കിൽ നഴ്സേഴ്സ് ആരും ആവട്ടെ, നമ്മൾ ആളെ വെൽക്കം ചെയ്യുക. വന്നോളൂട്ടോ എന്ന് പറയില്ലേ, ആ ശൈലിയാണ് ഫദ്ദൽ. തഫദ്ദൽ എന്നൊക്കെ എഴുതും, പക്ഷെ എന്താ വരിക? ഫദ്ദൽ എന്നേ വരൂ. ആ താ സൈലന്റ് ആയിരിക്കും. ഫദ്ദൽ എന്താ പറയാ? ഫദ്ദൽ, പ്ലീസ് കം ഇൻസൈഡ്. ഫദ്ദൽ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ യൂസ് ചെയ്യാന്നറിയോ? നമ്മളോട് ചോദിക്കുവാണ്, ഞാൻ ഇതൊന്ന് എടുത്തോട്ടെ എന്നൊരാൾ ചോദിക്കുമ്പോ, ക്യാൻ ഐ ടേക്ക് ദിസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഫദ്ദൽ, എടുത്തോളൂ, എടുത്തോണ്ട് പൊക്കോളൂ എന്നതായി. ഓക്കെ, ഇനി നമുക്കൊരു റിസൾട്ട് ഓർ പ്രിസ്ക്രിപ്ഷൻ തരുമ്പോ നമുക്ക് പറയാം ഗിവ് മീ, പ്ലീസ് ഗിവ് മീ വിത്ത് ഓൾ റെസ്പെക്ട്. അതാണ് ഫദ്ദൽ, പ്ലീസ് ഗിവ് മീ. നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോഴേ അവരോട് പറയാം ഫദ്ദൽ, പ്ലീസ് ടേക്ക് ഇറ്റ് എന്നാണ്. എല്ലായിടത്തും പെർമിഷൻ കൊടുക്കുന്നതാണ് എന്ത്? ഫദ്ദൽ എന്ന് പറയുന്നത്. ഹെവി രീതിയിൽ പൊളൈറ്റ് ആയിട്ട് പറയുന്ന ശൈലിയാണ് ഫദ്ദൽ. ഇനി കുഡ് യു പ്ലീസ് ഡ്രോപ്പ് മീ ടു ദ ഹോസ്പിറ്റൽ എന്നൊരാൾ ചോദിച്ചു. അപ്പൊ നമുക്ക് പറയണം വന്നോളൂ, കയറിക്കോളൂ എന്നൊക്കെ പറയുന്നതിന് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് പറയാം ഫദ്ദൽ എന്ന് പറയാം. പ്ലീസ് എന്നുള്ള പ്രയോഗമാണ്. എല്ലാത്തിലും ഫദ്ദൽ പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ക്ലിയർ ആണോ? എന്ത് പറയും? ഫദ്ദൽ. അപ്പൊ നമ്മള് ഒരു പേഷ്യന്റ് ക്യാൻ ഐ ടേക്ക് ദിസ്? ഫദ്ദൽ അല്ലെ? നമ്മള് പീഡിയാട്രിഷ്യന്റെ ഒക്കെ ടേബിളിൽ എന്തുണ്ടാവും? കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ടോയ്സ് ഉണ്ടാവും. അപ്പൊ പേരന്റ് എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളെ ഒന്ന് ഫേസിലേക്ക് ഒന്ന് നോക്കൂ അല്ലെ? അപ്പൊ നമുക്ക് പറയാം ഫദ്ദൽ ടു മെയിൽ, ഫദ്ദലി ടു ഫീമെയിൽ, ടേക്ക് ഇറ്റ്, ടേക്ക് ഇറ്റ് ഈസി. അപ്പോൾ ആ ഒരു ശൈലിയാണ് ഫദ്ദൽ. ഇത് നമ്മൾ കീപ്പ് ചെയ്തേ പറ്റൂ. ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്തേ പറ്റൂ. ഇനി ഇൻഷുറൻസിന് വേണ്ടിയിട്ട് വരുവാണ്, ഇൻഷുറൻസ് ടീമിന്റെ അടുത്തേക്ക് വരുക. എനിക്ക് ഇതിൽ ഇൻഷുറൻസ് കിട്ടുമോ, ഞാൻ ഇത് തന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ശൈലിയിൽ അവർ പല രീതിയിലും ചോദിക്കും. അപ്പോഴൊക്കെ നമുക്ക് അവരെ വെൽക്കം ചെയ്തിട്ട് നമ്മൾ പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഫദ്ദൽ, പ്ലീസ് ഗിവ് മീ ആൻഡ് പ്ലീസ് കം എന്നുള്ള രീതിയിലെല്ലാം നമുക്ക് ഫദ്ദൽ ചെയ്യാം. ദെൻ ഫദ്ദൽ എന്ന് പറഞ്ഞു എല്ലാം ആയിട്ടോ. പ്ലീസ് സിറ്റ് ആൻഡ് പ്ലീസ് കം, പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് യുവർ മാറ്റർ എന്നുള്ളത് എല്ലാത്തിലും ഫദ്ദൽ എന്നവിടെ വന്നു. എല്ലാം അദ്ദേഹം അങ്ങ് പറഞ്ഞോളൂ, സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഇവിടെ കുറെ അധികം പ്രയോഗങ്ങളുണ്ട്. നമ്മൾ വെബിനാർ ആയതുകൊണ്ട് നമുക്ക് 1 hour തീർക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഷോർട്ട് ആക്കിയതാണ്. ജസ്റ്റ് ഷിസ് മക്കിയ സയ്യിദ്. ഷൂ എന്നത് UAE ഒമാൻ ഡയലക്ട്. ഷൂ വാട്ട്? UAE ഒമാൻ ഡയലക്ട് എന്തുവാ?
വാട്ട് എന്നത് ഷൂ എന്നാ പറയാ. ഷൂ പോളിഷിന്റെ ആളുകളാ, ഷൂ കൊണ്ടാ വരിക. എന്താ പറയാ? ഷൂ 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 സൗണ്ടേ വരും. ഷൂ. ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ ഷിനു എന്നാ പറയാ. ഷിനു. ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ ഡയലക്ട് എന്തുവാ? ഷിനു. സൗദി ഡയലക്ട് ഏഷ്. ഏഷ് സൗദി. അപ്പോ പലപ്പോഴും സൗദിയിലും യു എയിലൊക്കെ ഉള്ളവര് ഷിസ്മക്ക് എന്നേ കേൾക്കൂ. ഇസ്മ, നെയിം, ഇസ്മക്ക്, യുവർ നെയിം. ഞാൻ എല്ലാത്തിന്റെയും മീനിങ് പറയുവേ, കാര്യം മീനിങ്ങോട് കൂടെ ആയിരിക്കണം നമ്മൾ സ്പീക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോഴേ ഒരു ഹാർട്ട് കണക്ഷൻ ഉണ്ടാവും. അപ്പോഴെങ്ങനെ പറയാം? ഷിസ്മക്ക് യാ സയ്യിദ്. യാ കോളിംഗ് ലെറ്റർ, സയ്യിദ് സാർ. സോ ഷിസ്മക്ക് യാ സയ്യിദ്. പറയണം കേട്ടോ. പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്ലോവലി അതിന്റെ മോഡുലേഷൻ ഒക്കെ സൗണ്ടിൽ തരുന്നത്, നിങ്ങൾ എന്റെ കൂടെ പറയാൻ വേണ്ടിയിട്ടാ. ഞാൻ തന്നെ മൂഡ് ഓഫ് ആയിട്ട് അസ്സലാമു അലൈക്കും ഫളൽ ഷിസ്മക്ക് യാ സയ്യിദ് എന്ന് പറഞ്ഞാൽ ഒരാളും ഇവിടെ ഇരിക്കില്ല അല്ലെ, ഉറക്കത്തിലായിരിക്കും എല്ലാരും. ആ ഒരു ഓഫ്ലൈൻ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യണം കേട്ടോ ക്ലാസ്സസ്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ഷിസ്മക്ക് യാ സയ്യിദ്. ഷിസ്മക്ക് യാ സയ്യിദ്. ഇനി ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ ആണെങ്കിൽ ഷിനിസ്മക്ക് യാ സയ്യിദ്. ഷിനിസ്മക്ക് എന്ന് പറയും. എന്താ പറയാ? ഷിനിസ്മക്ക് യാ സയ്യിദ്. ഇനി യു എ, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ ടു ഫീമെയിൽ എന്താ പറയാ? ഷിസ്മച്ച് എന്നതാവും. യു എ ഡയലക്ട് ഷിസ്മച്ച് ടു ഫീമെയിൽ. ഓക്കെ, ഇനി അത് ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ ആണെങ്കിൽ ഷിനിസ്മച്ച് സയ്യിദ് എന്നത് സയ്യിദ എന്നുമാവും. അപ്പോഴ് ഷിസ്മക്ക് യാ സയ്യിദ, ഷിസ്മച്ച് യാ സയ്യിദ, ഷിനിസ്മച്ച് യാ സയ്യിദ. മാഡം, വാട്ട് ഈസ് യുവർ നെയിം? പക്ഷെ സൗദിയിലെ ഷിസ്മക്ക് യാ സയ്യിദ്, ഷിസ്മക്ക് യാ സയ്യിദ രണ്ടും ക്ക് എന്ന് തന്നെ യൂസ് ചെയ്യും. തമാം. തമാം എന്ന് പറഞ്ഞാൽ ഓക്കെ എന്നാട്ടോ. തമാം. ഓക്കെ, യെസ്, തമാം. അപ്പൊ നമ്മള് എന്താ പറഞ്ഞേ? ഫദ്ദൽ. ഫദ്ദൽ എന്ന് പറഞ്ഞു, പറഞ്ഞോളൂ, ചെയ്തോളൂ, ഇരുന്നോളൂ, എല്ലാത്തിനും എന്തുവാ? ഫദ്ദൽ എന്ന് പറഞ്ഞു. ടു ഫീമെയിൽ ഫദ്ദലി എന്ന് പറയണം. ടു ഫീമെയിൽ ഫദ്ദലി. വെൽക്കം. പറഞ്ഞോളൂ, നിന്നോളൂ, ഇരുന്നോളൂ, എടുത്തോളൂ, പിടിച്ചോളൂ, എല്ലാത്തിനും എന്താ പറയാ? ഫദ്ദൽ എന്നാണ് കൊടുക്കുക. ഹൈ പൊളൈറ്റ് ആട്ടോ, ഇത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. ഓക്കെ, ദെൻ നമ്മൾ അപ്പൊ പേഷ്യന്റ് എന്താ പറയുന്നേ? ആൻഡ് പീസ് ബി അപ്പോൺ യു, മൈ നെയിം ഈസ് അഹ്മദ്. പേഷ്യന്റ് പറയുവാണ്. മരീദ് എന്നാണ് പേഷ്യന്റിന് പറയാ. ദുക്തൂർ, ഡോക്ടർ. മരീദ് പേഷ്യന്റ്. ഓക്കെ ആണോ? മരീദ്. പായസം തരൂട്ടോ ഞാൻ. ഓക്കെ, മരീദ്. മരീദ് പേഷ്യന്റ്. സോ വഅലൈക്കും അസ്സലാം and peace be upon you. വഅലൈക്കും അസ്സലാം. താങ്കൾക്കും ദൈവത്തിന്റെ രക്ഷയോടുകൂടെ എപ്പോഴും എന്നൊന്നും ഹാപ്പിനെസ് ഉണ്ടായിരിക്കട്ടെ എന്നതാണ്. താങ്കൾ എപ്പോഴും നന്നായിട്ടിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ആ ഹാപ്പി അല്ലാത്ത എന്തെങ്കിലും അവസ്ഥ വരുവാണെങ്കിൽ ദൈവം അതിനെ ബ്ലോക്ക് ചെയ്യട്ടെ എന്നതാണ്. അതാണ് സലാം. സോ വഅലൈക്കും അസ്സലാം. ആ ഒരു മുസ്സലാം എന്ന് ഇട്ട് കൊടുക്കണം അല്ലേ? നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുക, ആളുകൾ വന്നാലല്ലേ നമുക്ക് ശരിയാവാ. സോ അവരെ വരുത്തണം. അതിനെന്ത് വേണം? വഅലൈക്കും അസ്സലാം. വഅലൈക്കും സലാം എന്ന് പറയരുത്. നമ്മുടെ ബിസിയോ ടെൻഷൻസോ സ്ട്രെസ്സോ ഒന്നും അവരറിയില്ല, പാവല്ലേ. അപ്പൊ എന്ത് വേണം? വഅലൈക്കും അസ്സലാം അല്ലേ? ചില ആളുകളുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തീരായിരിക്കും, അവർക്ക് കുറെ പ്രശ്നം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാൻ വരുന്നത്. പക്ഷെ പാവപ്പെട്ട ആള് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് വരുവാ. അപ്പൊ അവരോട് വഅലൈക്കും അസ്സലാം അല്ലെ, ചിരിക്കാനൊന്നും മടിക്കണ്ട അല്ലെ. വെരി ക്യൂട്ട്നെസ് ഫേസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൈലി ഫേസ് ആണ്. സോ അതിന് നമ്മൾ പിശുക്കി കാണിക്കണ്ടല്ലോ അല്ലേ? ഓക്കെ, എല്ലാവരും ആക്റ്റീവായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു അല്ലേ? നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിലും എന്ത് വേണം? സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. നോട്ട് ചെയ്യുകയാണെങ്കിലും കൂടെ പറഞ്ഞിട്ട് നോട്ട് ചെയ്യണേ. ആ മോഡുലേഷൻ പോലും അതാ ഞാൻ തരുന്നത്. അപ്പൊ ഇസ് മീ എന്ന് പറയുമ്പോ മൈ നെയിം ഈസ്. ഇസ്മക്ക് യുവർ നെയിം ഇസ് മീ. മൈ നെയിം. ഇവിടെ നമ്മൾ അറിയേണ്ടത് ഏത് വൊക്കാബുലറിയുടെയും ലാസ്റ്റിൽ ഒരു ക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ എന്നാവും. അറബിയിൽ ഒരു ക്ക് ആഡ് ചെയ്താൽ മതി, യു ആർ എന്നായി. ഏത് വൊക്കാബുലറിയിലും ഈ എന്ന് ആഡ് ചെയ്താൽ എന്തായി? മൈ എന്നതാവും. അതാണ് ഇസ്മി എന്ന് പറഞ്ഞത്. അപ്പോ ഇസ്മി അഹ്മദ്, ഇസ്മി അഹ്മദ്, അഹ്മദ്, അഹ്മദ്. ഓക്കെ, ഇസ്മി അഹ്മദ്. ഇനി ഇസ്മി അബൂബക്കർ ഒക്കെ പറയാട്ടോ. ഇസ്മി ജോൺ. ഓക്കെ, ഇസ്മി. തമാം. നിങ്ങൾ അറിയുന്നുണ്ടല്ലോ അല്ലെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാരെയും നെയിം വിളിക്കുമ്പോഴത്തേക്ക് ടൈം ഒത്തിരി പോകും കേട്ടോ, അതുകൊണ്ടാണ്.
മാഷാ അല്ലാ തയ്യിബ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിൽ നോട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ്, ഓ അഹ്മദ്, യാ അഹ്മദ്, നെയിം വിളിച്ചു, നെയിം പറഞ്ഞിട്ടുള്ള അപ്പോഴത്തേക്ക് നമ്മൾ വിളിക്കുവാണ് യാ അഹ്മദ്. ഇവിടെ യാ അഹ്മദിന് പകരം നമുക്ക് എന്ത് പറയാം? യാ അഹ് അഹ്മദ്. അഹ് എന്നത് ബ്രദർ എന്നാണ്. അഹ് നമ്മള് സ്പ്യൂറ്റം ഒക്കെ എങ്ങനെ വരുമ്പോ അല്ലെ, കഫം വരുമ്പോ ഒരു സൗണ്ട് ഇടും, ഖ എന്നത്. ആ സൗണ്ട് അറബിയിൽ ഒരു ലെറ്റർ ആണ്, അതാണ് അഹ്, ബ്രദർ. അപ്പൊ യാ അഹ് അഹ്മദ് എന്ന് പറഞ്ഞാൽ എന്തായി? ബ്രോ അഹ്മദ് എന്നായി. അവിടെ റെസ്പെക്ട് ചെയ്തു അദ്ദേഹത്തെ. ഓക്കെ, യാ അഹ് അഹ്മദ്, അഹ്മദ് ബ്രോ, ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോപ്പ്ഫുള്ളി, ഓൾ ഈസ് വെൽ, എല്ലാം ശരിയാവും എന്നൊരു പ്രയോഗമാണ്. എല്ലാം നടക്കും, നാളെ നടക്കും എന്നൊക്കെ ഒരു ഫ്യൂച്ചറിൽ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിനൊക്കെ ഇൻഷാ അല്ലാഹ് ഇട്ട് പറയും, ദൈവം ഉദ്ദേശിച്ചാൽ എന്നാണ്. സോ ഇൻഷാ അല്ലാഹ്. അഗൈൻ യാ അഖ് അഹ്മദ്, ഇൻഷാ അല്ലാഹ് ശുല്ലി യൂജഅക്. ഷുല്ലി, ഇത് നമ്മുടെ സ്റ്റുഡൻസിന് ഭയങ്കര പരിചയമായിരിക്കും. ഓക്കെ, ലി ഒക്കെ അല്ലേ? ഇപ്പൊ ഷുല്ലി യൂജഅക്, ഷു വാട്ട്? UAE, ഒമാൻ, ഖത്തർ, അല്ല സോറി, UAE ഒമാൻ ഷു എന്ന് പറയും. ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്തുവാ? ഷിനു എന്നാ പറയാ. ഷിനുല്ലി യൂജഅക് എന്ന് ചോദിക്കും. സൗദി ആണെങ്കിൽ ഏഷല്ലി യൂജ. യൂജ എന്ന് പറഞ്ഞാൽ എന്താ? ഹേർട്ടിങ് എന്നാണ്. താങ്കളെ ഹേർട്ട് ചെയ്യുന്നത് എന്താണ്? ഇതിൽ കുറെ അധികം പ്രയോഗം ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ സ്റ്റഡിയിലൊക്കെ അത് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ എങ്ങനെ പറയാം? ഷുല്ലി യൂജാക്, താങ്കൾ എന്താണ് വേദനിപ്പിക്കുന്നത്, വിഷമിപ്പിക്കുന്നത് എന്തുവാ, അതാണ് ചോദിക്കുന്നത്. എന്താണ്? ഷുല്ലി യൂജാക്, ഷുല്ലി യൂജാക്. യു ജ അഥവാ വജ എന്നത് പെയിന് എന്ന് വെച്ചാൽ അതിൽ നിന്ന് വരുന്നതാണ് യൂജ എന്നത്, ഹർട്ടിങ് യു, യൂജാക്. അത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഡയലക്റ്റ്, അതല്ലെങ്കിൽ സ്പോക്കണിലെ ഒരു സ്പെഷ്യൽ ശൈലിയാട്ടോ ഇതെല്ലാം. സ്പോക്കൺ മാത്രമാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ലിറ്ററേച്ചർ ലാംഗ്വേജ് ഇവിടെ പറയേ ഇല്ല. ആർക്കെങ്കിലും ഈ ലിറ്ററേച്ചർ ആണ് മാത്രമേ അറിയുള്ളെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ഇതെല്ലാം സ്പീക്കിംഗ് ശൈലിയാണ്. നമ്മൾ പഠിച്ച ബുക്ക് ലാംഗ്വേജ് ആയിട്ട് കണക്ഷൻ ഉണ്ടാവില്ല പലപ്പോഴും. ഓക്കെ, അതാണ് ഷുല്ലി യൂജാക്. ഓക്കെ, അല്ലതി അല്ലത്തി എന്നൊക്കെ പഠിക്കാതെ. ഓക്കെ, പേഷ്യന്റ് പറയുവാണ്, ഡോക്ടർ ഐ ഫീൽ എ ലോട്ട് ഓഫ് പെയിൻ ഇൻ മൈ സ്റ്റൊമക്. ദുക്തൂർ, യാ ദുക്തൂർ എന്നൊക്കെ പറയാം. ഡോക്ടറെ അഹുസ്, എന്താണ്? അഹുസ്, ഐ ഫീൽ. തഹുസ് എന്നത് യു ഫീൽ ആണ്. അഹുസ്, ഐ ഫീൽ ബി വജ. ബി വജ, വജ എന്നത് പെയിൻ. ബി വജ, പെയിൻഫുള്ളി എന്നൊക്കെ പറയുന്ന പ്രയോഗമാണ്. പെയിൻ കൊണ്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് ബി വജ. പെയിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴെന്താണ്? അഹുസ് ബിവജ. അഗൈൻ പ്ലീസ്, അഹുസ് ബിവജ ഫീ ഇൻ. ഇന്നിന് അറബിയിൽ പറയാ ഫീ എന്നാണ്. അപ്പോ അഹുസ് ബിവജ ഫീ ബത്നി. ബത്ന് സ്റ്റൊമക്, ബത്നി മൈ സ്റ്റൊമക്. സോ ഫീ ബത്നി, ഇൻ മൈ സ്റ്റൊമക്. വായിദ്, മോർ, ലോട്ട് ഓഫ്, എന്താ പറയാ? വായിദ്. ഇതിന് ഒത്തിരി വേർഡ്സ് ഉണ്ട് കേട്ടോ, ഒത്തിരി വേർഡ്സ് ഉണ്ട്. നമ്മളിവിടെ എല്ലാം പരിചയപ്പെടുത്തുന്നില്ല. ഓക്കെ, ദുക്തൂർ, ഡോക്ടറെ അഹുസ് ഐ ഫീൽ ബിവജ, ബിവജ ഫീ ബത്നി, ഫീ ബത്നി ഇൻ മൈ സ്റ്റൊമക്. വായിഡ്, ലോട്ട് ഓഫ്, ഭയങ്കരം, സിവിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര പെയിൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? എന്റെ കൂടെ പറയാനാ ഞാൻ സ്ലോവില് പോകുന്നുട്ടോ. എന്റെ കൂടെ സ്പീക്ക് ചെയ്യുന്നതിന് ഞാൻ ഫാസ്റ്റ് ആക്കും. ടെക്കിന് ഇപ്പൊ കഴിയും ഇത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എക്സാക്ട്ലി എന്നൊക്കെ എന്തിനാ പറയാ? ഇതെല്ലാ ടീമിനും യൂസ് ചെയ്യേണ്ടി വരും, എല്ലാവർക്കും അല്ലെ? ഇപ്പൊ അത് ഡെന്റിസ്റ്റ് ആണെങ്കിലും ഫാർമസിസ്റ്റ് ആണെങ്കിലും അതർ ഡോക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ ഇത് യൂസ് ചെയ്യേണ്ടി വരും. എക്സാക്ട്ലി, ഈവൻ എക്സ്റേ ടെക്നീഷ്യൻസിന് പോലും എക്സാക്ട്ലി. അവിടെ എന്താ പറയാ? ബിസബ്ത്ത് എന്നാ പറയാ. ബിസബ്ത്ത് എഴുതുമ്പോ അറബിയിൽ ബില്ലബ്ത്ത് എന്നാണ്, പക്ഷേ സ്പോക്കണിൽ ബിസബ്ത്ത്, സെഡ് ആക്കിയിട്ട് അത് പറയാം. ബി അപ്പൊ വെയിൻ എന്ന് പറയുന്നത് എന്താ? വൈൻ അല്ലാട്ടോ, വെയിൻ. സോ വെയിൻ എന്നത് വേർ. വെയിൻ എന്താ? വേർ. നിങ്ങൾ പറയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നേ, അല്ലേ? ആണോ? ഓക്കെ, വെയിൻ. ഞാന് പിന്നെ വളരെ ആത്മാർത്ഥമായിട്ട് പറയുക കേട്ടോ, നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യേണ്ട ഒന്നും വേണ്ട, പക്ഷെ ഈ ടൈം നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. അതിന് സ്പീക്ക് ചെയ്യണേ. ഇപ്പൊ വെയിൻ, വെയിൻ എന്താ? വേർ. വെയിൻ ബിസബ്ത്ത്, വെയിൻ
بالضبط مكان الوجع. مكان place. മക്കാൻ എന്താ? പ്ലേസ്. അൽ വജ ദ പെയിൻ. അല് അറബിയിൽ ചേർക്കുന്നത് ദ എന്നതിനാണ്. വജ പെയിൻ. അൽ വജ ദ പെയിൻ. അപ്പോ വെയിൻ ബിസ്സബ്ത് മക്കാനിൽ വജ. വെയിൻ ബിസ്സബ്ത് മക്കാനിൽ വജ. where exactly is the location of the pain? ഇപ്പൊ എന്താ പറയാം? വെയിൻ ബിസ്സബ്ത് മക്കാനിൽ വജ. ഓക്കെ. ഇനി can you describe it to me? تقدر توصف لي. تقدر എന്നാ പറയാ. تقدر എന്നൊന്നും പറയത്തില്ല. എന്താ പറയാ? تقدر توصف لي. تقدر توصف لي. എനിക്കിതൊന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരാവോ? ഷെയ്ഖ് അബ്ദുറഹ്മാൻ വഖ്തരാദിക. ബാക്കി വേൻ. ഞാനിപ്പോ ഹിന്ദി ക്ലാസ് കഴിഞ്ഞാൽ വരുന്ന കേട്ടോ. മൈൻഡിൽ ഇങ്ങനെ ഇടയ്ക്ക് ഹിന്ദി കടന്നു വരുവാണ്. അതിന്റെ ഒരു വിഷമമുണ്ട്. ഓക്കെ. പെയിൻ അലം എന്ന് പറയൂ കേട്ടോ. അലം എന്ന് പറയും. അലം എന്ന് സൗദി ഡയലക്ട് അലം എന്ന് മാത്രമാണ് പറയാ. എന്നാൽ മറ്റുള്ള കൺട്രീസിൽ GCCയിൽ കൂടുതലും വജ എന്നാ യൂസ് ചെയ്യാം. വജ. അവർ. അവർ എന്ന് പറഞ്ഞാൽ എന്താ? ഹേർട്ട് ചെയ്യുന്നു. ഹേർട്ട് ചെയ്യുന്നു. അവർണി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വരുന്നേ. ഓക്കെ. അതൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇത് കണക്കാക്കാവൂ. കാര്യം ഇത് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഓക്കെ. വജ. എല്ലാരെയും നമ്മൾ മൈക്ക് മ്യൂട്ട് ചെയ്യട്ടോ. ലാസ്റ്റ് ആരും പോകരുത്. പായസവും ലഡുവും എല്ലാം ഉണ്ട്. സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. സ്വീറ്റ്സ് പറ്റാത്തവർക്ക് എരിവിട്ടിട്ടുള്ളതും ഉണ്ട് കേട്ടോ. ഓക്കെ. ആരും പോകാൻ പാടില്ല ഇന്ന്. ഓക്കെ. അപ്പൊ എന്താണ്? ഇത് ഇനി നമ്മൾ പറഞ്ഞെന്താ? വെയിൻ ബിസ്സബ്ത് മക്കാനുൽ വജ. എനിക്ക് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പറയാട്ടോ. വെയിൻ ബിസ്സബ്ത് മക്കാനുൽ വജ. തഖ്ദർ തൗസിഫ് ലി. തഖ്ദർ തൗസിഫ് ലി. ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ സ്ലോവിലി പറയുന്നത് നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞ് ഇതിനെ റെഡിയാക്കണം. നാളെ ഇത് പറയേണ്ടതാണ്. തഖ്ദർ എന്ന് പറയുമ്പോൾ എന്താ? യു ക്യാൻ എന്നാണ്. ക്യാൻ യു? തഖ്ദർ എപ്പോഴും നമുക്ക് ചോദിക്കാം. പക്ഷെ അത് തഖ്ദർ എന്നത് ടു മെയിൽ, തഖ്ദരി ടു ഫീമെയിൽ. തഖ്ദർ ടു മെയിൽ, തഖ്ദരി ടു ഫീമെയിൽ. ഓക്കെ. തഖ്ദരി തൗസിഫ് ലി. ലി എന്നത് എന്താ? ടു മീ എന്നാണ്. ലി ടു മീ. തൗസിഫ് യു പ്രിസ്ക്രൈബ് എന്നാണ്. സോറി, ഡിസ്ക്രൈബ് എന്നാണ്. തൗസിഫ് യു ഡിസ്ക്രൈബ്. ലി ടു മീ. ഇപ്പൊ എന്ത് പറയും? തഖ്ദർ തൗസിഫ് ലി ടു ഫീമെയിൽ. തഖ്ദർ തൗസിഫീലി. തഖ്ദർ തൗസിഫീലി. എനിക്ക് ഇത് ഡിസ്ക്രൈബ് ചെയ്ത് തരാമോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആരൊക്കെയോ എനിക്ക് പായസം വേണ്ട, സ്വീറ്റ്സും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നുണ്ടേ. I mean around the belly button and sometimes it goes down a little bit. അപ്പോൾ നമുക്ക് പറയാം യഅനി എന്നാണ്. അതായത് ഇറ്റ് മീൻ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് കുരുവി എന്നൊക്കെ പറയുന്ന ശൈലിക്കൊക്കെ എന്താ വരാ? യഅനി എന്നാണ്. യഅനി. ഹവാലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സറൗണ്ട്സ്, അറൗണ്ട്സ്. അതിനൊക്കെ എന്താ പറയാ? ഹൗല് എന്ന് പറയും. അത് അവരുടെ സ്പോക്കൺ ശൈലിയാണ് ഹവാലൈൻ എന്നത്. അതായത് ഒരു ചുറ്റിലും എന്നൊക്കെ പറയുന്ന ശൈലിക്ക് എന്താ പറയാ? ഹവാലൈൻ എന്ന് പറയും. ഹവാലൈൻ. അപ്പൊ യാനി എപ്പോഴും നമ്മൾ അറബ്സിന്റെ സ്പീക്കിങ്ങിൽ യാനി ഭയങ്കരമായിട്ട് കേൾക്കും. എന്തായാലും അല്ലെ? അത് കേൾക്കാത്ത അറബ്സിന്റെ കൂടെ നിൽക്കുന്നവർ അത് കേൾക്കാത്തവർ ഇതായിരിക്കും. നമ്മൾ പല മീനിങ്ങും അത് ഉദ്ദേശിക്കാം. പക്ഷെ ഇവിടെ എന്താണ്? യാനി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻ, ഐ മീൻ എന്നാണ്. യാനി. ഹവാലൈൻ സുറ എന്നാണ് ഇതിന് പറയാ. ബെല്ലി ബട്ടൺ പറയാ കേട്ടോ. പൊക്കിളിന് എന്താ പറയാ? സുറ. സോ യാനി ഹവാലൈൻ സുറ. നിങ്ങൾ സംസാരിക്കുവാണെങ്കിൽ ഞാൻ വെരി ഹാപ്പി. തമാം. യാനി ഹവാലൈൻ സുറ. സംടൈംസ് ഇടക്കിടക്ക് എന്ന് പറയാൻ എന്ത് പറയും? അഹ്യാനൻ എന്നാ പറയാ. അഹ്യാനൻ ഇടക്കിടക്ക്. അഹ്യാനൻ. യൻസിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറങ്ങും എന്നാണ്. ഓക്കെ. ഇറങ്ങും. അതായത് ഇറ്റ് ഗോസ് ഡൗൺ എന്നത് യൻസിൽ. വഹ്യാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ് എന്നതാണ്. വഅഹ്യാനൻ എന്നെന്താ കേൾക്കുക? വഹ്യാനൻ എന്ന് കേൾക്കൂ. വഹ്യാനൻ യൻസിൽ. അതിങ്ങനെ ഇറങ്ങും. ശുവയ്യ കുറേശ്ശെയായിട്ട് ഇറങ്ങും. തഹ്ത് ഡൗൺ, താഴേക്ക് ഇറങ്ങും. ഓക്കെ. അപ്പോ ഇടയ്ക്കിടക്ക് അതിങ്ങനെ താഴോട്ട് ആ പെയിൻ ഇറങ്ങുന്നുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞേ. യാനി ഹവാലൈനി സുറ വഹ്യാനൻ യൻസിൽ ശുവയ്യ തഹ്ത്. വഹ്യാനൻ യൻസിൽ ശുവയ്യ ലിറ്റിൽ
തഹ്ത് ഡൗൺ. വരച്ച് പഠിക്കാൻ വേറെ നോട്ട് ബുക്ക് തരുന്നുണ്ട് കേട്ടോ, ആരും വിഷമിക്കേണ്ട. ഓക്കെ, ഞാൻ ഇത് നമ്മൾ എന്തെങ്കിലും ജോക്കൊക്കെ ഇടയ്ക്ക് പറഞ്ഞാലേ എന്താവും, മുമ്പോട്ട് പോവും. അല്ലെങ്കിൽ സീരിയസ് ആക്കും എന്നെ നിങ്ങൾ പിടിച്ചിട്ട്. സീരിയസ് ആക്കാൻ പാടില്ല അല്ലെ. വഹ്യാനൻ യൻസിൽ ശുവയ്യ തഹ്ത്, ഇടയ്ക്ക് ഇങ്ങനെ താഴേക്ക് ഇറങ്ങും. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ ഓരോന്ന് നോക്കണം കേട്ടോ. യൻസിൽ എന്ന് പറഞ്ഞാൽ എന്താ, ടു ഗോസ് ഡൗൺ, ഗെറ്റ്സ് ഡൗൺ എന്നാണ്, താഴെ ഇറങ്ങുന്നു എന്നുള്ളതാണ് എന്ത്, യൻസിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഇവിടെ എന്തുണ്ട്, പിന്നെ നസിൽ. ഇപ്പൊ ഒരു ചെയറിലിരുത്തി, ഡെന്റൽ ചെയറിലിരുത്തി, എന്നിട്ട് ആളോട് താഴേക്ക് ഒന്ന് ഇറങ്ങിയിരിക്കും എന്ന് പറയുന്നത് നസിൽ ഷുവയ്യ എന്ന് പറഞ്ഞാൽ മതി. നസിൽ ഷുവയ്യ, കുറച്ച് താഴേക്ക് ഇറങ്ങിയിരിക്കൂ അല്ലെ. നസിൽ ഷുവയ്യ, താഴേക്ക് ഇറങ്ങൂട്ടോ എന്നതാണ് നസിൽ എന്ന് പറയാം. ഓക്കെ, നമ്മൾ സിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഡെന്റൽ മാത്രം നമ്മൾ ഒരു ഇത് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ വെക്കേഷൻ ആണല്ലോ എല്ലാവർക്കും, സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് കുറേയൊക്കെ എല്ലാവരും ഫ്രീ ആവും എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നാട്ടിലായിരിക്കും പലരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നും ബേസ് ചെയ്തിട്ട് പിന്നെ എന്താ പറയാ, വർക്ക്ഷോപ്പ് നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് അറബിക് യൂണിയൻ ഉടനെ അത് പ്രഖ്യാപിക്കും. ഓക്കെ, അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ വന്നാൽ മതി. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. പലപ്പോഴും ഇവിടെ നോട്ട്സ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് മലയാളം അറിയാത്തവർ പോലും നമ്മുടെ വെബിനാർസിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നഅം തമാം. അപ്പോൾ അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഒരാൾക്കെങ്കിലും ഹെൽപ്പ് ആയാൽ നല്ലതല്ലേ. ചെയ്യാം കേട്ടോ. ഓക്കെ, വഹ്യാനൻ യൻസിൽ ശുവയ്യ തഹ്ത്. അഹ്യാൻ എന്ന് പറഞ്ഞാൽ എന്താ, സംടൈംസ്, ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. തമാം, നഅം. ഓക്കെ അല്ലേ. വാട്ട് ഇസ് ദ നാച്ചർ ഓഫ് ദ പെയിൻ? നാച്ചറിന് പറയാം എന്താ, ത്വബീഅ എന്ന് പറയും. എന്താണ് ത്വബീഅ? അപ്പോഴത് ഫെമിനിൻ നൗൺ ആണ്, അതുകൊണ്ട് ത്വബീഅത്ത് എന്നൊക്കെ കേൾക്കുവേ. കൈഫ്, ഹൗ എന്നതിന് അറബിയിൽ പറയാ കൈഫ് എന്നാണ്. കൈഫ്, കൈഫ് എന്നൊക്കെ പറയും. നഅം. ഓക്കെ, തമാം, മാഷാ അല്ലാഹ്. ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു എന്നൊക്കെ ഇവിടെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ ഞാൻ. ഓക്കെ, കൈഫ് ത്വബീഅത്തുൽ വജഅ, കൈഫ് ത്വബീഅത്തുൽ വജഅ, പെയിന്, വജഅ. ഇനി അവിടെ അലം എന്ന് യൂസ് ചെയ്യാം കേട്ടോ. കൈഫ് ത്വബീഅത്തുൽ അലം പറയാം. അലം ഓൾസോ പെയിൻ. പറഞ്ഞേ എല്ലാരും, യല്ലാ. കൈഫ് ത്വബീഅത്തുൽ വജഅ, കൈഫ് ത്വബീഅത്തുൽ വജഅ, പെയിന്റെ നാച്ചർ എങ്ങനെയാണ്, ഏതൊക്കെയാണ് അല്ലെ. നഅം, ശുക്രാൻ. ഓക്കെ, കൈഫ് ത്വബീഅത്തുൽ വജഅ. ദെൻ തഹുസ് എന്ന് പറയുമ്പോൾ ഡു യു ഫീൽ എന്നാണ്. എന്താണ് തഹുസ്? ഡു യു ഫീൽ, തഹുസ്. തമാം. സോ തഹുസ്, സ്റ്റെബിങ്ങിന് പറയാ എന്താണ്, യത്അന്നക് എന്നാ പറയാ. എന്താണ് യത്അന്നക്? യത്അന്നക്, സ്റ്റെബിങ് യു. യത്അന്നക് എന്നത് യു എന്നാണ്. മാലിഷ്, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. സോറി കേട്ടോ, സോറി. അതിന്റെ അടുക്ക് നെറ്റ് എനിക്ക് റെസ്റ്റ് തന്ന പോലെ തോന്നുന്നേ. സോറി കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ. ഇറ്റ്സ് ഓക്കെ. മാലീഷ് എന്ന അറബിയിൽ പറയും. മാലീഷ് എന്നത് അറബ്സിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. എന്ന് വെച്ചാൽ സോറി ഫ്രം മൈ ഹാർട്ട് എന്ന് പറയുന്ന ശൈലിയാണ് മാലീഷ്. ഏത് അറബിയോടും നമുക്ക് മാലീഷ് യൂസ് ചെയ്യാം. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് മാലീഷ്. മാലീഷ്. ഓക്കെ, തമാം.
തമാം. ഓക്കെ. അപ്പോഴത്തേക്ക് എല്ലാവരും മുങ്ങിയെന്ന് തോന്നുന്നു. ഓക്കെ. തഹസ് യതഅന്നക്. ഇതൊന്നും പിന്നെ കിട്ടില്ല കേട്ടോ. നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണേ. യതഅന്നക്, സ്റ്റബിങ് യു. യതഅന്നക്, യതഅനക്, യതഅന്നക്, സ്റ്റബിങ് യു, യതഅന്നക്. അതേപോലെ യഹ്റുഖക്. എന്താ യഹ്റുഖ് എന്ന് പറഞ്ഞാൽ എന്താ? ബേണിംഗ് എന്നാണ്. യഹ്റുഖ്, ബേണിംഗ്. You, يحرقك, burning you. Okay, again, كيف طبيعة الوجع. എങ്ങനെയൊക്കെയാ പെയിനുള്ള? തഹസ് യതഅന്നക്, ഇതിങ്ങനെ കുത്തി കുത്തി നോവിക്കുന്ന പെയിനാണോ എന്നാണ് അല്ലെ? യതഅന്നക്. ഓക്കെ. ദെൻ യഹ്റുഖക്, ഇങ്ങനെ പൊള്ളുന്ന രീതിയിൽ എരിച്ചിൽ പോലത്തെ പെയിൻ ആണോ എന്നാണ്. യഹ്റുഖക് പച്ച മലയാളം പറയുവാണെങ്കിൽ. വല്ല എന്നത് ഓർ എന്നാണ്. വല്ല, ഓർ, കൈഫ്, ഹൗ, ഓർ ഹൗ. വല്ല കൈഫ്, പിന്നെ എങ്ങനെയുള്ള പെയിന? കൈഫ് തബീഅത്തുൽ വജഅ, തഹസ് യതഅന്നക്, യഹ്റുഖക്, വല്ല കൈഫ്. ഓക്കെ. അപ്പൊ അവിടെ എന്താണ് പേഷ്യന്റ് പറയാ? ഐ ഫീൽ ഇറ്റ് സ്റ്റബിങ് മീ മോസ്റ്റ് ഓഫ് ദ ടൈം ആൻഡ് സംടൈംസ് ഇറ്റ്സ് ലൈക്ക് സംതിങ് ഹെവി ഇസ് ഓൺ മൈ സ്റ്റൊമക്. അഹസ്, ഐ ഫീൽ. യതഅന്നി എന്നാണ് പറയാ. യതഅന്നി എന്ന് പറഞ്ഞാൽ എന്തായി? അന്നി എന്നാകുമ്പോ മൈ, മീ എന്നായി കേട്ടോ. എന്നെ കുത്തി കുത്തി നോവിക്കുകയാണ് ഡോക്ടർ എന്നതാണ്. അഹസ് യതഅന്നി. ഹൗ ടു സേ അഹസ് യതഅന്നി? നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പി ആട്ടോ അല്ലേ? ഇദാ ഇൻതും നശീത് വല്ലാഹ് അന നശീത് മിൻകും. ഇദാ ഇൻതും കസ്ലാനീൻ വഅന കസ്ലാൻ മിൻകും. നിങ്ങൾ വളരെ ആക്റ്റീവ് ആണെങ്കിൽ ഞാൻ നിങ്ങളെക്കാളും ആക്റ്റീവാണ്. ഞാൻ നിങ്ങളൊക്കെ ലേസി ആണെങ്കിൽ അതിനേക്കാളും ലേസിനെസ് ആണ് എനിക്കുള്ളത് കേട്ടോ. അപ്പൊ എന്താണല്ലേ? നശീത്താവ അല്ലെ നമുക്ക്. ഇപ്പൊ അഹസ് യഅ്തിനി, എന്താണ്? യതഅന്നി. അഹസ്, ഐ ഫീൽ. യതഅന്നി, സ്റ്റെപ്പിംഗ്. അക്തർ ഷൈ. അക്തർ ഷൈ എന്ന് പറഞ്ഞാൽ എന്താ? മോസ്റ്റ് ഓഫ് ടൈം എന്ന് ഉദ്ദേശിക്കുകയാണ്. പക്ഷെ ഇവിടെ അക്തർ ഷൈ എന്ന് പറഞ്ഞാൽ മാക്സിമത്തിന് എന്ത് പറയും? അക്തർ ഷൈ എന്ന് പറയും. മാക്സിമം എന്നുള്ള രീതിക്കും അക്തർ ഷൈ എന്ന് പറയും. എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ടൈം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ലിറ്ററേച്ചർ ലാംഗ്വേജ്, ബുക്ക് ലാംഗ്വേജ് പറയുകയാണെങ്കിൽ എന്ത് വേണം? അക്തറുൽ വക്ത് എന്നൊക്കെ പറയണം. അതൊന്നും പറയില്ല. ഷോർട്ട്, അക്തർ ഷൈ. ഷൈ എന്ന് പറയുമ്പോൾ തിങ്സ് എന്നാണ്. സോ എന്ത് പറയാം? അഹുസ് യതഅന്നി അക്തർ ഷൈ. അഹുസ് യതഅന്നി അക്തർ ഷൈ. വഹ്യാനൻ, ആൻഡ് സംടൈംസ്. അഹ്യാനൻ, എപ്പോഴും നമ്മൾ സംടൈംസ്, ഇടക്കിടക്ക്, ചിലപ്പോഴൊക്കെ എന്നതിന് എന്താ പറയാ? അഹ്യാനൻ എന്നാണ് അറബിയിൽ സ്പോക്കണിൽ യൂസ് ചെയ്യുക. സ്പോക്കൺ എന്ന് നിങ്ങൾ എപ്പോഴും അണ്ടർമാർക്ക് ഇടണം കേട്ടോ. ഓക്കെ. വഹ്യാനൻ കഅന്നു. കഅന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ലൈക്ക് എന്നൊക്കെ പറയുന്ന ശൈലിയാ. ഡിസ്ലൈക്ക്, ഇറ്റ്സ് ലൈക്ക് എന്ന് പറയുന്നതാണ് കഅന്നു. കഅന്നു. ഷൈ തഗീൽ. ഷൈ എന്ന് പറയുമ്പോൾ തിങ്സ്. തഗീൽ എന്നത് ഹാർഡ്, ഹാർഡ്, ഹെവി. അതിനെന്താ പറയാ? തഗീൽ എന്ന് പറയും. തഗീൽ, ഹാർഡായത്. ഇപ്പോ നമ്മൾ ഹാർഡായത് ബൈറ്റ് ചെയ്യരുത് എന്നൊക്കെ പേഷ്യൻസിനോട് ഇവിടെ ഡെന്റിസ്റ്റിന് പറയേണ്ടി വരും. അതിനൊക്കെ തഗീല പറയാ, തഗീൽ. അതേപോലെ ഹാർഡ് ഫുഡിന് തഗീൽ എന്നാണ് പറയാ. ഓക്കെ. അപ്പോ ഹെവി, ഹാർഡ് എന്നുള്ളതിനൊക്കെ തഗീൽ എന്ന് യൂസ് ചെയ്യും. അപ്പൊ സംതിങ്, സംതിങ്. ഷെയ് തഗീൽ എന്ന് പറയുമ്പോൾ സംതിങ് ഹാർഡ്, ഹെവി എന്നതായി. ഷെയ് തഗീൽ അല, ഓൺ, ബത്നി, മൈ സ്റ്റൊമക്. ബത്നി, മൈ സ്റ്റൊമക് എന്ന് പറഞ്ഞേക്ക്. വഹ്യാനൻ കഅന്നു, വഹ്യാനൻ കഅന്നു ഷെയ് തഗീൽ. ഷെയ് തഗീൽ, ഹെവി തിങ്സ്. അല ബത്നി, എന്റെ വയറിന്റെ മുകളിൽ ഒരു കനം വെച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നേന്നാ ചിലപ്പോഴൊക്കെ അല്ലെ. അതാണ് പറയുന്നത്. വഹ്യാനൻ കഅന്നു ഷൈ തഗീൽ അലാ ബത്നി. ഞാൻ ഫാസ്റ്റ് ആകുന്നില്ലല്ലോ, വളരെ സ്പീഡ് കുറയുന്നില്ലല്ലോ. ഉണ്ടോ? ഏയ്, ഫാസ്റ്റ് ആകുന്നില്ലല്ലോ, വളരെ സ്പീഡ് കുറയുന്നില്ലല്ലോ. രണ്ടും മീനിങ് ഒന്നാണ് അല്ലേ? മനസ്സിലായില്ല ആർക്കും? രണ്ടും മീനിങ് ഒന്നല്ലേ? സ്പീഡ് കൂടുന്നില്ലല്ലോ എന്ന് ചോദിക്കണ്ടേ അല്ലെ? സ്പീഡ് കൂടുന്നില്ലല്ലോ. ഓക്കെ. when did this pain start? ഡോക്ടർ ചോദിക്കുവാണ്. എന്താ ചോദിക്കുന്നേ?
when did this pain start? Is there anything specific you remember that caused this? നഅം ല്ലേ, എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ പറയും മത ബദ ഹൽ വജ. എന്നോട് ഡോക്ടർ പറഞ്ഞു, സാറേ ഞങ്ങൾ ആദ്യമേ പഠിപ്പിക്കുന്നത് തന്നെ നിങ്ങൾ പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് പോയിട്ട് സ്റ്റെതസ്കോപ്പായിട്ട് മീറ്റ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം അല്ലേ? എല്ലാം നിങ്ങൾ ഡോക്ടേഴ്സിന് എസ്റ്റേഷനൊക്കെ അത് കിട്ടിയിട്ടുണ്ടാവും. ഡോക്ടർ എന്നോട് പറയാ എന്ത് ചെയ്യണം, ഹിസ്റ്ററി ടേക്കിംഗ് ചെയ്തിട്ടാണ് എല്ലാം പേഷ്യന്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് സ്റ്റെതസ്കോപ്പ് വെക്കാവൂ എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ സാർ എന്താക്കണം, ഞങ്ങൾക്ക് ഹിസ്റ്ററി ടേക്കിംഗ് ക്ലിയർ ആയി പറഞ്ഞു തന്നെ പറയുന്നതാണ്. ഓക്കെ ഓക്കെ, ഇറ്റ്സ് നോർമൽ സ്പീഡ്. ഓക്കെ, ക്ലിയർ. നോർമൽ സ്പീഡ് എന്ന് പറയുമ്പോഴേ തീരെ ബേസ് ഇല്ലാത്തവരുണ്ട്, എന്നാൽ കുറച്ച് ബേസ് ഉള്ളവരുണ്ട്. രണ്ടുപേരെയും മാനേജ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഇതന്നെ എന്താ വീണ്ടും വീണ്ടും ഒന്ന് തന്നെ പറയുന്നത്. അടുത്തത് പോട്ടെ സാറേ നിങ്ങൾ മെയിനോട് പറയുന്നുണ്ടാവും പലരും, കാരണം അറിയുന്ന പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഇവരിത് കേട്ട് പഴകിച്ചതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ മെറ്റ വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ എന്താണ്, എപ്പോഴും തന്നെ എന്താ പറയാ, മെറ്റ എന്നാ പറയാ. മത്ത അല്ല മേ ആണ് ചോദിക്കുക. മെറ്റ ബദ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടഡ് എന്നാണ്. ബദ സ്റ്റാർട്ടഡ്. ഹാദ അൽ വജ എന്നതിന് ഷോർട്ട് ആണ് ഹൽ വജ എന്നത്, ദിസ് പെയിൻ. അപ്പോ മെറ്റ ബദ ഹൽ വജ എന്ന് പറയും. അഗൈൻ മെറ്റ വജ ഹൽ വജ, ഈ പെയിന് എപ്പോഴാ സ്റ്റാർട്ട് ആയത്? ഓക്കെ, അഗൈൻ മെറ്റ ബദ ഹൽ വജ ഫീ ഷൈ, എനിത്തിങ് എന്നുള്ളതാണ്. Is there anything എന്ന് ചോദിക്കും. ഫിഷൈ നഅം തമാം. ഫിഷൈ മുഅയ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്പെസിഫിക്കിന് എന്താ പറയാ, മുഅയ്യൻ എന്ന് പറയും. സ്പെസിഫിക്കിന് കുറെ വേർഡ്സ് ഉണ്ട് കേട്ടോ, ഖാസ് ഉണ്ട്, ഖാസ് എന്ന് പറയും. ഇവിടെ പക്ഷെ മുഅയ്യൻ ആണ് സൂട്ട് ആവുക, മുഅയ്യൻ. ഓക്കെ, ഫിഷൈ മുഅയ്യൻ. തദ്കുർ, യു റിമെമ്പർ എന്നാണ്. തദ്കുർ, യു റിമെമ്പർ. സബബ്, റീസൺ, ഷെയ്, തിങ്സ്. ഓക്കെ, സോ ഫി ഷെയ് മുഅയ്യൻ തദ്കുർ സബബ് ഷെയ്. ഫി ഷെയ് മുഅയ്യൻ തദ്കുർ സബബ് ഷെയ്. ഒന്നുകൂടെ പറയാം. മത ബദ ഹൽ വജ, മത ബദ ഹൽ വജ ഫി ഷെയ് മുഅയ്യൻ തദ്കുർ സബബ് ഷെയ്, തദ്കുർ സബബ് ഷെയ്. ഓക്കെ, താങ്കൾ എന്തെങ്കിലും കാരണം ഓർക്കുന്നുണ്ടോ? About 3 or 4 days ago, പേഷ്യന്റ് പറയാണ്. അങ്ങനെ പറയാം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കും അല്ലെ പലരും. നമ്മൾ തഖരീബൻ എന്നാണ് എന്തിനു പറയാ, എന്തിനു പറയാ, ഓൾമോസ്റ്റ് എന്നതിനൊക്കെ പറയാ തഖരീബൻ, ഏകദേശം എന്നതിനൊക്കെ എന്താ പറയാ, തഖരീബൻ എന്നാണ് പറയാ കേട്ടോ, തഖരീബൻ. ഓക്കെ, മിൻ, ഫ്രം, തലാത്ത, ഔ വല്ല എന്നും ഓർ എന്ന്, ഔ എന്നും പറയും ഓർ എന്നതിന്. അർബഅ, ഫോർ, അയ്യാം, ഡേയ്സ്. അയ്യാം, ഡേയ്സ്. മീനിങ് ശരിക്കും നോക്കണേ. തഖരീബൻ, ഓൾമോസ്റ്റ്. മിൻ, തലാത്ത, തലാത്ത്, ഫ്രം 3 days എന്നതാണ്. മിൻ തലാത്ത്, ഔ ഓർ അർബഅ അയ്യാം, 4 days. അപ്പോ 3-4 ദിവസമായിട്ട് ഏകദേശം എന്ന് പറയാൻ തഖരീബൻ മിൻ 3 ഔ 4 അയ്യാം. തഖരീബൻ മിൻ 3 ഔ 4 അയ്യാം. ഓക്കെ, തമാം. then طيب, then ما أذكر شيء معين أكلت. മാ അദ്കുർ, അദ്കുർ എന്ന് പറയുമ്പോ എന്താ, ഐ റിമെമ്പർ എന്നാണ്. അദ്കുർ, ഐ റിമെമ്പർ. മദ്കുർ, മാ അദ്കുർ എന്നതിന് മദ്കുർ എന്ന കേൾക്കുക. മദ്കുർ, ഐ ഡോണ്ട് റിമെമ്പർ, ഞാൻ ഓർക്കുന്നില്ല ഡോക്ടർ. ഐ ഡോണ്ട് റിമെമ്പർ. മാ അദ്കുർ ഷൈ, തിങ്സ്. മുഅയ്യൻ, സ്പെസിഫിക്. അകൽത്ത്, ഞാൻ കഴിച്ചത്. വാട്ട് ഐ ഈറ്റ് എന്നാണ്. ഞാൻ കഴിച്ചത് എന്താ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോഴെന്താ പറയാ, മദ്കുർ ഷൈ മുഅയ്യൻ അകൽത്ത്. അകൽത്ത് എന്ന് പറഞ്ഞാൽ എന്തായി, ഐ ഈറ്റ്. അകൽത്ത് എന്ന് പറയുമ്പോൾ യു ഈറ്റ് ഓൾസോ, അതന്നെ പറയും. എന്നാലും മദ്കുർ ഷൈ മുഅയ്യൻ അകൽത്ത്. തമാം. മദ്കുർ, മാ അദ്കുർ എന്നത് എന്താ പറയാ, മദ്കുർ എന്നാ കേൾക്കുക. മദ്കുർ ഷൈ മുഅയ്യൻ അകൽത്ത്, എന്താണ് പ്രത്യേകം കഴിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല.
ബസ് ഓൺലി എന്നാണ്. ബസ് എന്ന് പറയുമ്പോൾ ഓൺലി. ആൻഡ് നമ്മൾ പറയില്ലേ ബട്ട് എന്നതിനൊക്കെ ഒരു പ്രയോഗത്തിൽ ബസ് എന്ന് യൂസ് ചെയ്യും. സ്പോക്കണിൽ ബട്ട് എന്നതിനും ബസ് എന്ന് യൂസ് ചെയ്യും പലപ്പോഴും. ബസ് ഗബിൽ യൗം, ബിഫോർ എ ഡേ. ഗബിൽ ബിഫോർ യൗം എ ഡേ. അപ്പൊ എന്താണ് ബസ് ബട്ട്. ഗബിൽ യൗം കുൻത് എന്നാണ് ഐ വാസ്. കുൻത് ഐ വാസ്. അറബി നന്നായിട്ട് പറയുന്ന ആളുകളോട് പോലും അറബ്സ് ക്യാൻ കുൻതൊന്നും യൂസ് ചെയ്യാറില്ല. കാരണം നമ്മളോടൊരു അഡ്ജസ്റ്റ്മെന്റ് അറബിയാണ് ഇവർ പറയുന്നതെന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണേ. ഓക്കെ, അഗൈൻ ബസ് ഖബൽ യൗം കുൻത് ത്വാലിഅ. ത്വാലിഅ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്, അതായത് നമ്മൾ പുറത്തിറങ്ങി എന്ന് പറയുന്നതാണ് ത്വാലിഅ എന്നത്. അത് ലേഡി ആവുമ്പോൾ ത്വാലിഅ എന്ന് പറയും. എങ്ങനെയെന്നറിയോ? ലിഫ്റ്റില് നമ്മൾ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യുവാണ്. ആ ലിഫ്റ്റിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ആ ലിഫ്റ്റിൽ ഇങ്ങനെ താഴേക്ക് വന്നു. നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് അറബികളാ. അപ്പൊ അവരോട് ചോദിക്കാം നമുക്ക് ത്വാലിഈൻ എന്ന് ചോദിച്ചാൽ എന്താണ്? മുകളിലേക്ക് പോകണോ എന്നാ, കയറുവാണോ? ത്വാലിഈൻ വല്ല നാസിലീൻ, അതോ ഇറങ്ങുവാണോ? അപ്പൊ ഇവിടെ ത്വാലിഅ എന്നത് നമ്മൾ ഔട്ട് ഇറങ്ങി എന്ന് പറയുന്ന ശൈലിയാണ് ത്വാലിഅ എന്ന് പറയുന്നത്. ബസ് ഖബൽ യൗം, ബിഫോർ എ ഡേ കുൻത് ത്വാലിഅ. കുൻത് ഐ വാസ് ഔട്ട് ത്വാലിഅ. ഓക്കെ, ബറ ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ബറയാണ് ഔട്ട്സൈഡ്. ത്വാലിഅ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി എന്നുള്ള പ്രയോഗം തന്നെയാണ്. ത്വാലിഅ ബറ. ഓക്കെ, ഐ ഗെറ്റ് ഔട്ട്. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ. ബസ് ഖബൽ യൗം കുൻത് ത്വാലിഅ ബറ, ഞാൻ പുറത്തേക്ക് പോയിരുന്നു എന്നുള്ളതാണ്. കുൻത് ത്വാലിഅ ബറ. യുംകിൻ ഷൈ മിൻ ഹിനാക്. യുംകിൻ, അവിടെ നമ്മൾ പോസിബിൾ എന്നുള്ള പ്രയോഗവും ആ ഒരു ശൈലി ഉണ്ടല്ലോ, സാധ്യതയുണ്ട് എന്ന് പറയുന്ന ശൈലിയാണ് യുംകിൻ എന്നത്. എന്താണ്? യുംകിൻ ഷൈ, തിങ്സ്, മിൻ ഫ്രം, ഹിനാക് there. യുംകിൻ ഷൈ മിൻ ഹിനാക്. യുംകിൻ ഷൈ മിൻ ഹിനാക്, ചിലപ്പോ അവിടെ നിന്നായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറയും യുംകിൻ ഷൈ മിൻ ഹിനാക്. അപ്പോ ബസ് ഖബൽ യൗം കുൻത് ത്വാലിഅ ബറ യുംകിൻ ഷൈ മിൻ ഹിനാക്, അവിടുന്ന് കിട്ടിയതാവാനാണ് സാധ്യത. തമാം. How strong is the pain from 1 to 10? 1 means very light, 10 means you can't bear it. അല്ലേ? സഹിക്കാൻ കഴിയില്ല. നമ്മൾ അവിടെ പറയൽ എന്താണെന്നറിയോ? സ്ട്രോങ്ങിന് പറയൽ എന്താ? ഗുവ എന്നാണ്. എന്താ പറയാ? ഗുവ. ഗുവ, സ്ട്രോങ്. കം ഗുവത്തുൽ വജ. കം ഗുവത്തുൽ വജ. കം, ഹൗ മെനി, ഹൗ മച്ച്. ഗുവത്തുൽ വജ, പെയിനിന്റെ സ്ട്രോങ് എത്രയുണ്ട്? കം ഗുവത്തുൽ വജ. മിൻ വാഹിദ്, ഫ്രം വൺ. നിങ്ങൾക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ളതായിട്ടാണോ? നിങ്ങൾ ആരും മിണ്ടാത്ത? കൺഫ്യൂഷൻ ഒക്കെ ആവുന്നുണ്ടോ? കൺഫ്യൂഷൻ ഒന്നും വേണ്ടോ. ഇതിങ്ങനെ ബൈ ഹാർട്ട് ആക്കാന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? വൈ എന്നൊന്നും ക്വസ്റ്റ്യൻ ഇല്ല. ഇതിങ്ങനെ ബൈ ഹാർട്ട് ആക്കാം കേട്ടോ. അപ്പോ കം ഗുവത്തുൽ വജ മിൻ, ഫ്രം വാഹിദ് 1 ഇല അശറ to 10. അശറ 10. മിൻ വാഹിദ് ഇല അശറ. ഇല അശറ 10. വാഹിദ് യാനി 1 mean, വാഹിദ് യാനി ഖഫീഫ് ജിദ്ദൻ. ഖഫീഫ് എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ്, ലൈറ്റ്, ഖഫീഫ്. വാഹിദ് യാനി ഖഫീഫ് ജിദ്ദൻ, വെരി സോഫ്റ്റ്, വെരി ലൈറ്റ് എന്നാണ്. ജിദ്ദൻ എന്നത് വെരി എന്നുള്ള പ്രയോഗമാണ്. അഗൈൻ വാഹിദ് യാനി ഖഫീഫ് ജിദ്ദൻ. വാഹിദ് യാനി ഖഫീഫ് ജിദ്ദൻ. അശ്റ യാനി അശ്റ. അശ്റ 10 യാനി, അതായത് മാ തഖ്ദർ, യു കാൻറ്റ് എന്നതിന് എന്താ പറയാ? നിനക്ക് കഴിയില്ല എന്നങ്ങനെ പറയും. മാ തഖ്ദർ, മാ തഖ്ദർ, മാ തഖ്ദർ. നിങ്ങൾ പറയണം കേട്ടോ. മാ തഖ്ദർ തതഹമ്മിൽ. തതഹമ്മിൽ എന്ന് പറഞ്ഞാൽ എന്താ? സഹിക്കാൻ കഴിയില്ല. തതഹമ്മിൽ, യു ബിയർ ഇറ്റ് എന്നാണ്. യു ബിയർ ഇറ്റ്. ഓക്കെ, തതഹമ്മിൽ. അപ്പൊ മാ തഖ്ദർ തതഹമ്മിൽ, യു കാൻറ്റ് ബിയർ ഇറ്റ്, നിനക്ക് സഹിക്കാൻ കഴിയില്ല. ഓക്കെ, തമാം. മാ തഖ്ദർ തതഹമ്മൽ. ഇവിടെ നീ മാ അഖ്ദർ അതഹമ്മൽ എന്ന് പറയും. മഖ്ദർ അതഹമ്മൽ, ഐ കാൻറ്റ് ബിയർ ഇറ്റ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ എന്നതാണ്. മഖ്ദർ അതഹമ്മൽ, മഖ്ദർ അതഹമ്മൽ, എന്നതിന് പകരം ആയിട്ട് അതഹമ്മൽ എന്ന് പറഞ്ഞാൽ എന്തായി?
ഐ ബിയർ ഇറ്റ് എന്നാണ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നു. മഖ്ദർ അത്ഹമ്മൽ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. തമാം. Right now maybe 7 or 8. Sometimes it reaches 9. ഓ, വല്ലാത്ത പെയിനാ പോലെ. എങ്ങനെ പറഞ്ഞത്? റൈറ്റ് നൗ എന്നതിന് എന്താ പറയാ? അൽഹീൻ എന്നാ പറയാ. ഇപ്പോൾ എന്നതിന് എന്താ പറയാ? അൽഹീൻ. അൽഹീൻ. യുംകിൻ മേബി അഥവാ സാധ്യതയുണ്ട് എന്നും ചിലപ്പോ എന്നുള്ളതിനൊക്കെ യുംകിനും ചേർത്ത് പറയുവേ. യുംകിൻ മുംകിൻ, മുംകിനും പറയും. സോ അൽഹീൻ യുംകിൻ സബ്അ, 7 എന്താ പറയാ? സബ്അ. സബ്അ ഔ ഓർ 8, 8. الحين يمكن 7 أو 8. الحين يمكن 7 أو 8. أحيانا يوصل reach. to reach എന്താ? യൂസ്വൽ. സ്പോക്കൺ ശൈലി ആട്ടോ. യസ്ൽ എന്നായിരിക്കും കിതാബ് ബുക്ക് ലാംഗ്വേജ് പഠിച്ചവരെ പറയാ. പക്ഷെ ഇവിടെ സ്പോക്കൺ എന്താണ്? യൂസൽ എന്നാവും കേട്ടോ. അഹ്യാനൻ യൂസൽ 9, ചിലപ്പോഴൊക്കെ അത് 9ലേക്ക് 9ലേക്ക് എത്തുന്നു സാറേ. അഹ്യാനൻ യൂസൽ 9. തമാം. അഹ്യാനൻ യൂസൽ 9, 9. And with this pain, do you feel anything else? Fever, vomiting, diarrhea, heartburn? അല്ലേ? എങ്ങനെ പറയും? ഓ, ഇതെല്ലാം കൂടെ എങ്ങനെ? ഇതിന് ഓരോന്നോരോന്ന് നമ്മൾ വൊക്കാബുലറീസ് നോക്കി പോയാൽ മതി കേട്ടോ. ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് ചാറ്റില് പറഞ്ഞേ. ഏയ്, ഇങ്ങനെ കൂടുതൽ ലെങ്തി ആയിട്ടുള്ളത് പറയുമ്പോൾ പ്രശ്നമുണ്ടോ? നമ്മൾ വൊക്കാബുലറീസ് മാത്രമേ പഠിച്ചോളൂ കുറെ കാലമായിട്ട്. അതിനൊന്ന് ചേഞ്ച് വരുത്തിയതാട്ടോ. ഇങ്ങനെയും ഉണ്ട് അല്ലേ? ഇങ്ങനെയും ഉണ്ട് എന്ന് ചേഞ്ച് വരുത്തിയതാട്ടോ. ഓക്കെ. ആ, മാഷാ അല്ലാഹ്. കുറച്ച് ആളുകളെ വരുന്നുള്ളൂ. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഡ്യൂട്ടിയുടെ ഇടയ്ക്കൊക്കെ ആയിരിക്കും. ഓക്കെ. ആൻഡ് വിത്ത് ദിസ് പെയിൻ എന്ന് പറയാൻ വ ആൻഡ്, മഅ വിത്ത്, വ മഅ ആൻഡ് വിത്ത്, വ മഅ ഹാദൽ വജ, ഹാദൽ വജ. വജ പെയിന്. ഇനി അലം എന്നും പറയാം, അവർ എന്ന് പറയാം, എല്ലാം ഉണ്ട് കേട്ടോ. വ മഅ ഹാദൽ വജ ആൻഡ് വിത്ത് ദിസ് പെയിൻ, വ മഅ ഹാദൽ വജ ആൻഡ് വിത്ത് ദിസ് പെയിൻ തഹുസ്, do you feel shay'in thani other. so anything else എങ്ങനെ പറയാ? ഷെയ്താനി എന്നാ പറയാ. ഷെയ് താനി എന്നാട്ടോ. ഷെയ് താനി. നഅം. ഓക്കെ, മാഷാ അല്ലാഹ്. ന്യൂ സ്റ്റുഡന്റ്, ഗുഡ്. ഷെയ്ഖ് അറീന ബാബു, ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, മാഷാ അല്ലാഹ്. ഓക്കെ. തഹുസ് ഷെയ്താനി എന്നാണ്. ഡു യു ഫീൽ എനിത്തിങ് എൽസ് എങ്ങനെ പറയും? തഹുസ് ഷെയ്താനി. ഷെയ്ത്വാന് പറഞ്ഞ പിശാചാവേ, പ്രശ്നമാണ്. ഷെയ്താനി എന്നാണ് കേട്ടോ. അയ്യോ, ന്യൂ സ്റ്റുഡൻസ് കുറെ ഉണ്ടല്ലോ അപ്പോ. ഇല്ല, ഇത് ഓരോ നമ്മൾ വെബിനാർസിലും ഓരോരോ ടോപ്പിക് ആട്ടോ. ഫസ്റ്റത്തേതും ഇതുമായിട്ട് കണക്ഷൻ അല്ല കേട്ടോ. അതൊന്നും ഇതിൽ ബാധിക്കുന്നില്ല. നമ്മൾ ലിറ്ററേച്ചറും അതേപോലെ നമ്മൾ പ്രൊനൗൺസിയേഷനും ശരിയാക്കാനുള്ള ചെറിയ പ്രശ്നം ഉണ്ടാവും. ഫസ്റ്റ് ക്ലാസ് ആവും, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാ ഞാൻ സ്ലോവിലി പോകുന്നത്. ക്വസ്റ്റ്യനൊക്കെ അങ്ങ് വരണം. ആ എക്സ്പ്രഷൻസ് കേട്ടു കൊടുക്കണം. ഹറാറ ഫീവർ, ഹറാറ ഫീവർ. നഅം. ഓക്കെ. ഹറാറ. അപ്പൊ അഹുസ് ജയ്യിദ് എന്നാ പറയാ. അഹുസ് ഐ ഫീൽ, ജയ്യിദ് ഗുഡ്. അപ്പോ ഗുഡ് ഫീലിംഗ്, അഹുസ് ജയ്യിദ്, ഐ ഫീൽ ഗുഡ്, അഹുസ് ജയ്യിദ്. ഇവിടെ ഗുഡ് ഫീലിംഗ് എന്നുള്ളത് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, മാഷാ അല്ലാഹ്. തയ്യിബ്. ഓക്കെ. ദെൻ ഹറാറ ഫീവർ. തർജീഅ് എന്നെന്താണ്? വൊമിറ്റിംഗ്. തർജീഅ്, തൊറാഷ്, തത്രീഷ്, സുവ എന്നൊക്കെ കുറെ വൊമിറ്റിങ്ങിന് കുറെ വേർഡ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് തർജീഅ് പറയാം. ഹറാറ, തർജീഅ്. ഇസ്ഹാൽ ആട്ടോ. ഇസ് പ്ലസ് ഹാൽ ഇട്ട് എന്താണെന്നറിയാം? മറ്റേത് ഇഷാൽ എന്ന് റീഡ് ചെയ്യാതിരിക്കാനാണ്. ഇസ്ഹാല് എന്നാണ്. ഡയറിയ, ഡയറിയ, ലൂസ് മോഷനൊക്കെ എന്താ പറയാ? ഇസ്ഹാൽ എന്ന് പറയുവേ. ഇസ്ഹാൽ, ഇസ്ഹാൽ, ഇസ്ഹാൽ. ഓക്കെ. ഹമൂദ, ഗ്യാസ് ട്രബിൾ. ഹമൂദ, ഗ്യാസ് ട്രബിൾ. അപ്പോ ഹറാറ ഫീവർ, തർജീഅ് വൊമിറ്റിംഗ്, തർജീഅ്
ഇസ്ഹാൽ, വോമിറ്റിംഗ്, ഹമൂദ, ഗ്യാസ് ട്രബിൾ, ഹമൂദ. ഓക്കെ, ക്ലിയർ ആണോ? നോ. അല്ലേ. നഅം. ഓക്കെ, സോ ഹറാറ, തർജിഅ, ഇസ്ഹാൽ, ഹമൂദ. നഅം. I feel a slight heartburn sometimes. No vomiting or diarrhea, no fever. ഒന്നുമില്ല വേറെ. അപ്പൊ എന്താ പറയാ? അഹുസ്. ഐ ഫീൽ എന്താ? അഹുസ് ഹമൂദ, ഗ്യാസ് ട്രബിൾ, ബിഹമൂദ ഖഫീഫ. അതായത് ഹാർട്ട് ബേൺ, ഗ്യാസ് ട്രബിളിനൊക്കെ ഹമൂദ പറയാ കേട്ടോ. ഹമൂദ. എന്താണ് ഒന്നുകൂടെ പറയേണ്ടത്? അഹുസ്. ഹറാറ, തർജീഅ്, വോമിറ്റിംഗ്, ഇസ്ഹാല്, ഡയറിയ, ഹമൂദ, ഹാർട്ട് ബേൺ ഓർ ഗ്യാസ് ട്രബിളിനൊക്കെ എന്ത് പറയാം? ഹമൂദ പറയാം. നമ്മൾ ഓരോന്ന് ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഡീപ്പ് സ്റ്റഡി ആണ് നമ്മുടെ മെഡിക്കൽ ബാച്ചിൽ നടക്കുക. അതിപ്പോ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോവാനേ കഴിയൂ. ഹമൂദ എന്താ നമ്മൾ സെപ്പറേറ്റ് പറയും. അതേപോലെ ഹാർട്ട് ബേൺ എന്താ പറയും, ബേൺ സെൻസേഷൻ എന്താ പറയും, അതൊക്കെ ഓരോന്ന് തന്നെ പഠിക്കേണ്ടതാട്ടോ. അപ്പൊ തൽക്കാലം ഇങ്ങനെ പോവാം. ഓക്കെ, ഐ ഫീൽ എ സ്ലൈറ്റ് ഹാർട്ട് ബേൺ എങ്ങനെ പറയും? അഹുസ് ബി ഹമൂദ ഖഫീഫ മറാത്ത്. അഹുസ്, ഐ ഫീൽ ബി ഹമൂദ, ഹമൂദ. ഓക്കെ, ഹമൂദ ഖഫീഫ മറാത്ത്. എന്ന് പറയുമ്പോ സംടൈംസിനെ, ചിലപ്പോൾ എന്നതിന് മറാത്ത് യൂസ് ചെയ്യും. ടൈംസ് എന്നാണ് മറാത്തിന്റെ മീനിങ്, പക്ഷെ അത് യൂസ് ചെയ്യുവേ. അഹുസ് ബി ഹമൂദ ഖഫീഫ മറാത്ത്. തർജീഅ് വല ഇസ്ഹാൽ. തർജീഅ് നമ്മൾ പറഞ്ഞു വോമിറ്റിംഗ്, വല ഇല്ല എന്നതിനുള്ള പ്രയോഗമാണ്. വല ഇസ്ഹാൽ എന്ന് പറഞ്ഞാൽ ഡയറിയ ഒന്നും തീരെ ഇല്ല എന്ന് പറയുന്ന ശൈലിയ. വല ഇസ്ഹാൽ. മാസ്വാർ, ഇല്ല, ആയിട്ടില്ല എന്നൊക്കെ പറയുന്ന ശൈലിയാണ് മാസ്വാർ. സ്വാർ എന്ന് പറഞ്ഞാൽ ഹാപ്പൻസ് എന്നാണ്, സംഭവിച്ചു എന്നാണ്. മാസ്വാർ എന്ന് പറഞ്ഞാൽ സംഭവിച്ചില്ല. പക്ഷെ മാസ്വാർ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് എന്ന് പറയും, മാസ്വാർ എന്ന് പറയും. വഹറാറ മാഫി, ഫീവർ ഇല്ലേ ഇല്ല. വഹറാറ മാഫി. തമാം. ടൈം കഴിഞ്ഞതുകൊണ്ട് തൽക്കാലം നമ്മളത് നിർത്തുന്നു. പിന്നെ കുറെ അഡ്വൈസ് ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അഡ്വൈസ് കുറെ ഉണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അഷ്കുറുക്കും ജസീല. ഞാൻ നിങ്ങളെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടേ. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് ഒന്ന് സൗണ്ട് ടെസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് വീക്കിൽ വന്നവരാവട്ടെ ആരായിട്ടോ, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ബെറ്റർ ആയിരുന്നു. നിങ്ങൾക്ക് തന്നെ ഇനി മൈക്ക് ഓൺ ചെയ്യാം, പറയാം. പുതിയത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും? എന്താണ് അറിയാതെ ആൻഡ്രസ് ചെയ്താട്ടോ. ഓക്കെ, പറഞ്ഞേ. പുതിയത് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും? ഹലോ, ഷേഖ സഹദ്, പറഞ്ഞോളൂ. സുഹ്റാബ്, കുറച്ചുകൂടെ വേർഡ്, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന, കുറച്ചുകൂടി വേർഡ് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു അടുത്ത ക്ലാസ്സിൽ. നമ്മൾ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഡോക്ടർ ലീന. ഹലോ, ഞാൻ ഡോക്ടർ ലീന. പക്ഷെ ഞാൻ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. നേരത്തെ നോക്കിയിരുന്നു. റെക്കോർഡ് നമ്മുടെ ഗ്രൂപ്പിൽ വരും കേട്ടോ. ഗ്രൂപ്പിലൊക്കെ റെക്കോർഡ് വരും, കുഴപ്പമില്ല. ഓക്കെ, ഹെൽപ്ഫുൾ ആയില്ലേ കേട്ടെടുത്തോളം അല്ലേ? അതെ അതെ. ആദ്യമായിട്ട് ഇന്നത്തെ സെഷൻ നന്നായിട്ടുണ്ടായിരുന്നു. കൂടുതൽ വാക്കുകൾ കേൾക്കാൻ പഠിക്കാനും താല്പര്യപ്പെടുന്നു. മാഷാ അല്ലാഹ്, താങ്ക് യു വെരി മച്ച്. ഹലോ, ഹലോ. എന്നാലും നന്നായി ഫീൽ ചെയ്തു. ഞാൻ ഈ ഫീൽഡിലല്ല, എന്നാലും നന്നായി ഫീൽ ചെയ്തു. ഒരു ഡോക്ടറോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് അതേ അനുഭവം. ശുക്രാൻ. യാ ഷേഖ് അബ്ദുറഹ്മാൻ, ഞാൻ ഡോക്ടറാണ്. പക്ഷെ ഇങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അതിന്റെ ചേഞ്ച് എല്ലാവരിലും ഉണ്ടാവട്ടെ. നമ്മുടെ ബ്രാൻഡിംഗ് ഉണ്ടാവണം. ഇവിടെ നമ്മളൊരു ലാംഗ്വേജിന് സ്റ്റഡി, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ലാംഗ്വേജ് മനസ്സിലാക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രാൻഡിങ് ബിൽഡ് ആവും. അവര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. നമ്മളെന്ന പേഴ്സണാലിറ്റി, നമ്മളെന്ന ഡോക്ടർ അവരുടെ അകത്തേക്ക് ഇറങ്ങും. ആ ഫീലിംഗ് ശരിക്കും നമുക്ക് കിട്ടും. ഷുവർ, ഉറപ്പായിട്ടും. ബാക്കിയുള്ള എങ്ങനാ?
കേട്ടില്ല ഷെയ്ഖ് രാജു. ടൈമിന് പറയാ വക്ത് എന്നാട്ടോ. വക്ത് സമയം എന്നതാണെങ്കിൽ വക്ത് എന്ന് പറയും. ടൈംസ് എന്നാണെങ്കിൽ മറ എന്ന് പറയും. മറ. ഓക്കെ. ഷെയ്ഖ് രാജു പറഞ്ഞോളൂ. രാജു പറഞ്ഞോളൂ. ഹലോ. യെസ്. ഒരുപാട് ഹലോ ഹായ്. ഇഷ്ടായി എനിക്ക്. ഓക്കെ താങ്ക് യു. നയം. ഈ രാധിക പറഞ്ഞോളൂ. നമ്മുടെ സ്റ്റുഡന്റ് ആട്ടോ. നമ്മുടെ അറബിക് യൂനി എങ്ങനെയുണ്ട്, ക്ലാസ്സസ് എങ്ങനെയുണ്ട്, ഇപ്പൊ എന്തൊക്കെയാണ് മാറ്റം എന്നൊക്കെ പറയാനെങ്കിൽ നല്ലതായിരുന്നു. രാധിക ക്ലാസ് സൂപ്പർ ആയിരുന്നു. ഞാൻ ഒരു ബാച്ച് കംപ്ലീറ്റ് ചെയ്തതാണ്. എനിക്കപ്പോ ഇപ്പൊ ഫാർമസിയിൽ കുറെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കുറെ മനസ്സിലാവുന്നില്ല. അപ്പൊ ഒന്നും കൂടി ഫ്ലുവന്റ് ആക്കാന്ന് ഓർത്ത് ഞാൻ സെക്കൻഡ് കയറിയതാണ്, റീജോയിൻ ചെയ്തതാ. പിന്നെ ഷാഫിക്കാര് സൂപ്പറാ, നോ ഡൗട്ട്. ശുക്രൻ ജസീല യാ രാധിക. ക്ലാസ് എന്നായിരിക്കും? എന്താണ് യുംകിൻ എന്ന് പറയില്ലേ, അത് മുംകിനാണോ അത് ശരിക്കും? അതെ, മുംകിൻ എന്നതേ മുംകിൻ പക്ക മേബി ആണ്. മുംകിൻ എന്ന് പറയുന്നത്, മുംകിൻ എന്നത് പക്ക മേബി ചിലപ്പോൾ എന്നതാണ്. എന്നാൽ യുംകിൻ ഇടുന്നത് എന്താന്ന് വെച്ചാൽ ചിലപ്പോ നമ്മൾ പറയില്ല സാധ്യതയുണ്ട് എന്നുള്ള മേബി, അതാണ് യുംകിൻ ഇട്ട് പറയുന്നത്. ഓക്കെ, പോസിബിൾ എന്നുള്ള ഒരു രീതിക്ക് എന്ത് പറയും, യുംകിൻ ഇട്ട് പറയും. പോസിബിൾ ഒരു മേബി. ഓക്കെ, മുംകിൻ മുംകിൻ തന്നെ യൂസ് ചെയ്യുന്നത് ഹിന്ദിയിൽ. യെസ്. ഓക്കെ, പറഞ്ഞോളൂ. യാ ഷെയ്ഖ് അലിസി നാജൻ. നജാം. ആരാ പറയുന്നത്? ഷെയ്ഖ് അറീന ബാബു. യെസ് പറഞ്ഞോളൂ. ഞാൻ ന്യൂ സ്റ്റുഡന്റ് ആണ്. ഫസ്റ്റ് ആണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു സർ. സംസാരിക്കുന്നത് മാത്രമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ് എപ്പോഴായിരിക്കും? ഞാൻ ഡോക്ടർ ലീന. നെക്സ്റ്റ് ക്ലാസ് ഓക്കെ, നമ്മള് ഇവിടെ ഈ വെബിനാർസ് നടക്കുന്നത് ഓൾ ഫ്രൈഡേസ് ആണ്. ഈ സെയിം ടൈം, ഓൾ ഫ്രൈഡേസ്. സെയിം ടൈം. വിച്ച് ടൈം? വിച്ച് ടൈം? സെയിം ടൈം മീൻസ് 10:15. 10 p.m. 10 p.m. Indian time. 10 p.m. Indian time. Okay, 10 p.m. ഓക്കെ. ഞാൻ ഷെയ്ഖ് അലിസി നജം പറഞ്ഞോളൂ. ഞാൻ ഹൈദരാബാദിലാണ്, മിഡിൽ ഈസ്റ്റിലല്ല. നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട് ജോയിൻ ആയതാണ്. ഇന്നാണ് ഫസ്റ്റ് സെഷൻ. ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. അതിൽ കണ്ടിന്യൂ. മാഷാ അല്ലാഹ്. നമുക്കിവിടെ കോഴ്സ് ഉണ്ട് കേട്ടോ. മെഡിക്കൽ സ്റ്റുഡൻസിന് മാത്രമുള്ള കോഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് അവിടെ തരും, വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, കുഴപ്പമില്ല. ഇനി പ്രീ വെബിനാർസിൽ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് കുറെ വൊക്കാബുലറി, ഇപ്പോൾ നമ്മൾ പലരും അല്ലെ വീക്കിലി അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ അവർ പറയാറുണ്ട് ഇത്രയും വൊക്കാബുലറീസ് തരുന്നത് അറബിക് യൂനി ഉണ്ടാവും. കാരണം നമ്മൾ സ്പീക്കിംഗ് വരുന്ന സ്പോക്കണിലെ സെയിം ശൈലിയാണ് ഇവിടെ പറയുന്നത്. അതല്ലാതെ ലിറ്ററേച്ചർ ലാംഗ്വേജ് 0% ആണ്, തീരെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാ വേർഡ്സും ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. നിങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അബ്രോഡില്? GCC ഒരു 1 ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതൊരു പോസ്റ്റിലുണ്ട് അങ്ങോട്ടേക്കും. അത് ആ ഒരു പോസ്റ്റിലോട്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അതേ പോസ്റ്റ് അവിടെ കിട്ടാൻ ബുദ്ധിമുട്ട്. ബെഡ് സൈഡിലോട്ട് പോകേണ്ടി വരും. 15 years ആയിട്ട് ഞാൻ അഡ്മിനിസ്ട്രേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേഷനൊക്കെ ഉള്ള വേർഡ്സും ഒക്കെ നമ്മളിലുണ്ട്. ഞാൻ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തല്ലേ ഇവിടെ തരാൻ പറ്റുമോ? അതാട്ടോ. ബാക്കി സ്ലൈഡ്സ് ഇടയ്ക്കിടയ്ക്ക് പേഷ്യന്റ് വരുന്നുണ്ട്. അറബി പേഷ്യന്റ് ഒക്കെ വരുമ്പോ അപ്പൊ എന്റെ പിള്ളേരുണ്ട്, അവരെ കൊണ്ടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്നത്. സുഡാനീസ് ഒക്കെ വരുന്നവർക്കൊന്നും ചിലർക്കൊന്നും ലാംഗ്വേജ് അറിയത്തില്ല. അപ്പം സൗദി റിട്ടേൺസ് ഒക്കെ ഉണ്ട്, അവരുടെ ഹെൽപ്പോട് കൂടി നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തും. കുറച്ച് ഫ്യൂ വേർഡ്സ് ഞാൻ പഠിക്കുവാണെങ്കിൽ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റും. ബാക്കി സ്ലൈഡ്സ് ഒക്കെ ഉസ്താദ് ഷെയർ ചെയ്യാം ഉസ്താദേ. ഞാൻ ഈ നോട്ട്സ് ഷെയർ ചെയ്യാൻ എനിക്ക് എന്തില്ല, ഇത് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഞാൻ ഇങ്ങനെ കാണിക്കാം കേട്ടോ. നിങ്ങൾ ലാസ്റ്റ് ഇത് സ്ലൈഡ്സ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. എന്റെ പ്ലേസ് ചോദിച്ചു ഇവിടെ. ഷെയ്ഖ് ഹസൻ എന്റെ പേര്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ സാർ എന്നാട്ടോ. ഞാൻ എപ്പോഴും എന്താണ്, നമ്മൾ ഓവറായിട്ട് ഒരാളെ റെസ്പെക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ സാറിനേക്കാളും ഒന്നും കൂടെ മുകളിലിരിക്കുന്ന പ്രയോഗമാണ്. നമ്മളതല്ലേ നല്ലത് അല്ലേ? സാർ. ഷെയ്ഖ എന്നത് മാഡം എന്നാണ്. അതാണ് ഞാൻ നിങ്ങളെ വിളിച്ചേട്ടോ. എന്താ ഈ ഷെയ്ഖ എന്ന് വിചാരിക്കരുതേ. ഷെയ്ഖ് ഹസൻ എൻ്റെ പ്ലേസ് ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റ് മലപ്പുറം ബോർഡർ അരീക്കോട് എന്ന് പറയും. ഓക്കെ, ഇതിന്റെ ഞാനിത് കാണിക്കാം കേട്ടോ. ഇത് എത്രയല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്? ആണോ? എവിടെ വെച്ചേ? ഓക്കെ,
ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഡു യു ഹാവ് എനി അതർ ഇൽനെസ്? ഓക്കെ, ഇതൊക്കെ എടുത്തോളൂ കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. അതിന്റെ കമ്രാദ് താനിയ തഖദദു ബിയൽ ഷൈ ലി ഐ ഷൈ. നല്ല പ്രയോഗം അതെല്ലാം. ഓക്കെ, ഇനി അടുത്തത് കേട്ടോ. ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, അതിന് വേണ്ടിയിട്ടാണേ. What are the names of the medication you take? Okay, show asma, ism name, asma names എന്നാണ്. അൽ അദ്വിയ എന്നത് എന്താണ്? മെഡിക്കേഷൻ. ലി തഅഖുദ, നീ എടുത്ത മെഡിസിൻ ഏതൊക്കെയാണ്? which you take. Okay, നൈം. ഒരു മിനിറ്റ് സാർ, ഒന്ന് അതെടുത്തോട്ടെ. യെസ്, നല്ല പ്രയോഗമാണ്. നിങ്ങൾക്ക് അത് റീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആണ്. അതേ രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. നൈം. ഓക്കെ, സ്പീക്ക് ചെയ്യാട്ടോ. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ പറയാം. മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാവേ, നോ പ്രോബ്ലം. ഓക്കെ, നൈം. ഓക്കെ ആണോ? എടുക്കുന്നുണ്ടോ? ഓക്കെ. Do whatever you see in necessary. ايوه اوكي دكتور, اي شيء تشوفه ضروري تسوي എന്നാണ്. ضروري necessary. ضروري എപ്പോ necessary പറയുകയാണെങ്കിലും ضروري പറഞ്ഞാൽ മതി. ഓക്കെ, ضروري. സവ്വി എന്ന് പറയുമ്പോൾ ഡു എന്നാണ്, ചെയ്തോളൂ എന്നതാണ് സവ്വി. ഇത് കുറച്ചധികം ഉണ്ട്. Go to the lab section to get your blood. ഇങ്ങനെ പോവാണേ. അതിൽ കുറച്ചധികം പ്രയോഗമുണ്ട്. ലാബിനൊക്കെ എന്താ പറയാന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. കാര്യം നമുക്ക് അതിന് ഫുള്ളായിട്ട് ടൈം ഇല്ലാത്തതുകൊണ്ടാ കേട്ടോ. എടുത്തോ? നെക്സ്റ്റ് വെബിനാറിൽ ഇതിന്റെ ബാക്കിയായിരിക്കും സർ? അല്ല, വേറെ ഇതിന്റെ ടോപ്പിക് ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക് ആണ്. നമ്മളിപ്പോ എല്ലാ ബിസിനസ്സിലും ക്ലിയർ ആയിട്ടുള്ള ടോപ്പിക്കും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. കാര്യം എല്ലാ ഹിസ്റ്ററി ടേക്കിങ്ങും നമ്മൾ അറിയണ്ടേ. എല്ലാ സ്പീക്കിങ്ങും വരണം, വൊക്കാബുലറീസ് ഒക്കെ വരുന്ന രീതിയിലാണ് പോവാ കേട്ടോ. ഓക്കെ, ഗുഡ് ബൈ മഅസ്സലാമ എന്ന് പറയും. എന്താ പറയാ? ഗുഡ് ബൈ മഅസ്സലാമ. മഅസ്സലാമ. അപ്പൊ അതിന് റിപ്ലൈ നമുക്ക് മഅസ്സലാമ തന്നെ കൊടുക്കാം. ഓക്കെ, ഒരു പേഷ്യന്റിനെ ഹാപ്പി ആക്കുക എന്നതാണ് ഇവിടെ നമ്മൾ ചെയ്തത്. ഇന്നിപ്പോ ഹാപ്പി ആവില്ലേ? നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇഷ്ടാവും. നമ്മളെ വർക്ക് കുറെ കുറയും അല്ലേ? മറ്റേത് ഇങ്ങനെ നമ്മൾ ഒപ്പിച്ച് പറയുമ്പോൾ പലതും അവർക്ക് മനസ്സിലാവില്ല. ഇത് ക്ലിയർ ആയിട്ട് പിക്ചറൊക്കെയാണ്. ഓക്കെ, ശുക്രാൻ ജസീല, താങ്ക് യു വെരി മച്ച്. സലാം. ഓക്കെ, ഇനി അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാണ്ടെങ്കിൽ പറയാട്ടോ പെട്ടെന്ന്. ഞാൻ ക്ലാസ്സിലും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഉസ്താദ്. എന്താ പുതിയ ബാച്ചില്? ഏത് ബാച്ചാണ്? 282. 82. ഓക്കെ, അത് പിന്നെ നമ്മള് സാധാ നോർമൽ ബാച്ച് ആണ്. ഞാൻ മെഡിക്കലിലാണ് ഉണ്ടാവുക. നോർമൽ ബാച്ചിൽ എന്നെ കാണില്ല. നോർമൽ കഴിഞ്ഞിട്ട് ഞാൻ ആദിൽ സാറിന്റെ കൂടെ. നോർമൽ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ മെഡിക്കലിൽ വരും ഇൻഷാല്ലാ. ഓക്കെ, മെഡിക്കലിലാണ് ഞാൻ ഉണ്ടാവുക. മെഡിക്കലിൽ മാത്രമാണ് ഉള്ളത് ഇപ്പോ. ഓക്കെ, കുഴപ്പമില്ല. ആദിൽ സാറ് സൂപ്പറാണ്. ഹയ്യാക്കുമുല്ലാഹ് യാ ജമാഅ, അഷ്കുറുക്കും ജസീല. മഅസ്സലാമ.